بسم الله الرحمن الرحيم إن الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين ومن اتبعهم بإحسان إلى يوم الدين أما بعد. അള്ളാഹു സുബ്ഹാനഹു വ തആല വജ്ഹ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് സംസാരിക്കുവാനും കേൾക്കുവാനും റബ്ബ് സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ. നമ്മളിന്നിവിടെ കൂടിയിരിക്കുന്നത് നമുക്കറിയാം, ശറഈയായ ഇൽമ്, നാഫിയായ ഇൽമ് എന്നുള്ളത് അത് ഈ ദീനിൽ അങ്ങേയറ്റം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള, വളരെയധികം പ്രാധാന്യമുണ്ടെന്ന് പഠിപ്പിച്ചു തന്നിട്ടുള്ളൊരു കാര്യമാണ്. ഈ ഒരു അറിവ് കരസ്ഥമാക്കാൻ അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോരുത്തർക്കും അങ്ങേയറ്റം ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി നമ്മളുടെ കഴിവിൻ്റെ പരമാവധി പരിശ്രമിക്കുന്നുണ്ട്. പക്ഷെ നമ്മളിന്നിവിടെ ഇങ്ങനൊരു സംസാരിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്, അതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ, ഈ ആഗ്രഹമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം, അതിനുവേണ്ടി പരിശ്രമിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, അതിന് വേണ്ടി എങ്ങനെയാണ് പരിശ്രമിക്കേണ്ടത്, എങ്ങനെയാണ് അറിവ് കരസ്ഥമാക്കേണ്ടത് എന്നുള്ള ആ റൂട്ട് കറക്റ്റായി അറിയില്ലെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം ഈ അറിവ് കരസ്ഥമാക്കിയെടുക്കുക എന്നുള്ളത് പ്രയാസകരമായി തീരും. ഏതുപോലെ നമ്മളൊക്കെ സാധാരണഗതിയിൽ ഇവിടുന്ന്, ഞാനിപ്പോൾ വാടനപ്പള്ളിയിൽ നിന്ന് പുതുനഗരത്തേക്ക് വന്നു. അപ്പോൾ ഈ സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് എത്താനുള്ള ഒരുപാട് റൂട്ടുകളുണ്ട്, ഒരുപാട് വഴികളുണ്ട്. ഇതിലേറ്റവും പെട്ടെന്നും ഏറ്റവും എളുപ്പമുള്ള റൂട്ട് ഏതാണെന്ന് അറിയുന്നതുകൊണ്ട്, എന്നാലും വൈകി, ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. പക്ഷെ ഒരുപാട് വൈകാതെ എന്ത് ചെയ്യാൻ സാധിച്ചു, എനിക്കിവിടെ എത്താൻ സാധിച്ചു. ഈ വഴികളെ പറ്റി അറിയാത്തൊരാളാണെന്ന് വിചാരിക്കാം. അയാൾക്ക് ഈ വഴികളെ പറ്റിയൊന്നും അറിയില്ല. ഏറ്റവും നല്ല വഴി ഏതാണെന്നോ, വളഞ്ഞ വഴി ഏതാണെന്നോ, പ്രയാസമുള്ള വഴി ഏതാണെന്നോ, സമയം വൈകി എത്തുന്നോ, ഇതൊന്നും ഒരാൾക്ക് അറിയില്ല. അയാൾ ഇങ്ങനെ പോകുന്നുണ്ട്, ഡയറക്ഷൻ കറക്റ്റാണ്. പക്ഷെ വഴികൾ ഒരുപാടുണ്ട്. അതിലേത് വഴിയിലൂടെ സഞ്ചരിച്ചാൽ എളുപ്പത്തിൽ എത്തുക എന്നുള്ളതൊന്നും ഒരാൾക്ക് അറിയില്ലെങ്കിൽ അയാൾ ലക്ഷ്യസ്ഥാനത്ത് എത്തൂല എന്നൊന്നുമില്ല, അയാളും എത്തും. പക്ഷെ എളുപ്പത്തിൽ എത്തുന്ന ഒരാളെ പോലെ എന്ത് ചെയ്യാൻ സാധിക്കില്ല, അത്രയും വേഗത്തിലും പ്രയാസമില്ലാതെയും എത്താൻ ആർക്ക് സാധിക്കില്ല, വഴി അറിയാത്തൊരാൾക്ക് സാധിക്കുകയില്ല. ഇതേപോലെ തന്നെയാണ് ദീൻ പഠനത്തിൽ. ദീൻ പഠനവും ഇങ്ങനത്തെ, ദീൻ പഠിക്കുക എന്നുള്ളതിനൊരു വഴിയുണ്ട്. ദീൻ പഠിക്കുക എന്നുള്ളതിന് അതിനൊരു വഴിയുണ്ട്. ആ വഴി നമുക്കറിയില്ലെങ്കിൽ ഇതുപോലെ നമ്മൾ പ്രയാസപ്പെടും, അല്ലേ? പലരും എപ്പോഴും നമ്മുടെ ഇടയ്ക്കിടയ്ക്ക് വന്ന് നമ്മുടെ അടുത്ത് പറയാറുള്ള കാര്യമാണ് എന്ത്, ഞാൻ കുറേ വർഷമായി സലഫിയത്തിലേക്ക് വന്നിട്ട്, അല്ലെങ്കിൽ തൗഹീദ് മനസ്സിലാക്കിയിട്ട്, പല കാര്യങ്ങളും പല ക്ലാസ്സുകൾ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്, പല ക്ലാസ്സുകൾ ഞാൻ നെറ്റിൽ നിന്ന് കേട്ടിട്ടുണ്ട്, പല കിതാബുകളുടെ ഷർഹ് മലയാളത്തിൽ കിട്ടുന്നൊക്കെ ഞാൻ എഴുതിയെടുത്ത് പോലും പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും എനിക്കൊന്നും പഠിച്ച് എവിടെ എത്താത്ത പോലെയാണ് എനിക്ക് തോന്നുന്നത്. എനിക്കിതുവരെ ഒരു ഇൽമിയായിട്ടൊരു വളർച്ച എനിക്ക് ലഭിക്കാത്ത പോലെയാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മസല ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കതിന് കാര്യമായി അതിൻ്റെ വിശദാംശങ്ങളും അതിൻ്റെ ഹുക്കുമുകളൊന്നും എനിക്ക് പറയാൻ കിട്ടുന്നില്ല എന്നിങ്ങനെ പരാതിപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരുടെയൊക്കെ പ്രശ്നം ഈ വഴി അറിയാത്തതാണ്. അപ്പൊ നമ്മളിന്നിവിടെ സംസാരിക്കും വളരെ ചുരുക്കത്തിൽ. ഒരുപാട് മസലകളുണ്ട്, അതിൽ പ്രധാനപ്പെട്ട മസലകൾ വളരെ വേഗത്തിൽ പറഞ്ഞു പോകാൻ ഉദ്ദേശിക്കുന്നു ഇൻഷാ അല്ലാഹ്. അപ്പം നമ്മൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഈ വഴി കറക്റ്റാക്കാൻ സാധിക്കും. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പണ്ഡിതന്മാർ എപ്പോഴും സൂചിപ്പിക്കുന്ന കാര്യമാണ്, ശറഈയായ ഇൽമ് കരസ്ഥമാക്കുക എന്നുള്ളത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. വളരെ എളുപ്പമുള്ള കാര്യമാണ്. നമ്മളൊക്കെ വിചാരിച്ചു വെച്ചിരിക്കുന്നതാ, ലോകത്തുള്ള ഏറ്റവും വളരെ ചുരുങ്ങിയ ആളുകൾക്ക് മാത്രം, എന്ന് വെച്ചാൽ സെലക്റ്റഡ് ആയിട്ടുള്ള ആളുകൾ തന്നെ, ഏറ്റവും റയറായിട്ടുള്ള ആളുകൾക്ക് മാത്രമേ വലിയ വലിയ പണ്ഡിതന്മാരൊക്കെ ആവാനും, അതുപോലെ തന്നെ ഇമാം ബുഖാരിയും അഹ്മദും അതുപോലെ തന്നെയുള്ള ഇബ്നു തൈമിയ്യ, ഇങ്ങനെ വലിയ വലിയ പണ്ഡിതന്മാരാവാൻ അവർക്കൊക്കെ പറ്റുള്ളൂ. വളരെ ചുരുക്കം. പക്ഷെ പല ആളുകളും കരുതുന്നത് അതൊക്കെ അങ്ങനെ ആവിത്തീരുക എന്ന് പറയുന്നത് വളരെ, എന്താ പറയാ, നമുക്കൊന്നും സ്വപ്നം കാണാൻ പോലും പറ്റാത്ത കാര്യമാണ്
എന്നൊക്കെയാണ് പല ആളുകളുടെ തെറ്റിദ്ധാരണ. നമ്മൾ ആദ്യം മാറ്റേണ്ട ഈ തെറ്റിദ്ധാരണയാണ്. ആദ്യം മാറ്റേണ്ടത് ഈ തെറ്റിദ്ധാരണയാണ്. ദീൻ പഠിക്കുക എന്നുള്ളത് വളരെ സിമ്പിളാണ്. നമുക്കൊരു പണ്ഡിതനാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പണ്ഡിതനാകുക എന്നുള്ളത് വളരെ എളുപ്പമുള്ള കാര്യം. ശ്രദ്ധിക്കണം, ഏറ്റവും ആദ്യം നമ്മുടെ മൈൻഡിൽ ഉണ്ടാവേണ്ട കാര്യത. നമുക്ക് അറിവ് കരസ്ഥമാക്കണം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, മതപരമായ അറിവ് നേടിയൊരു പണ്ഡിതനോ അല്ലെങ്കിൽ ആലിമോ ഒക്കെ ആകണമെന്ന് നമുക്ക് ആത്മാർത്ഥമായ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുക, ആ ഒരു ലക്ഷ്യം കരസ്ഥമാക്കുക എന്നുള്ളത് വളരെ എളുപ്പമാണ്. വലൈക്കും സലാം. വളരെ എളുപ്പമാണ്. ഏറ്റവും നമ്മുടെ മൈൻഡിൽ ആദ്യം നമ്മൾ മാറ്റേണ്ട തെറ്റിദ്ധാരണ. ഇതെന്തോ ഒരാൾക്ക് സാധിക്കാത്ത പോലത്തെ വലിയൊരു കാര്യമായിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യരുത്, ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. വളരെ വളരെ എളുപ്പമുള്ള കാര്യം. വളരെ എളുപ്പം എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം എളുപ്പമാണ്. എത്രത്തോളം എളുപ്പം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറഞ്ഞെന്താ? മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു ബിഹി ത്വരീഖൻ ഇലൽ ജന്ന. ശ്രദ്ധിക്കാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ? ആരാണോ അറിവ് അന്വേഷിച്ചുകൊണ്ട് ഒരു വഴിയിൽ പ്രവേശിക്കുന്നത് അവന് അള്ളാഹു സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കും. ഇതല്ലേ ഹദീസിന്റെ അർത്ഥം. പക്ഷെ ഈ ഹദീസില് അന്വേഷിക്കുക എന്ന് പറയുന്നതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ച വാക്ക് ഇൽതമിസൂന. ശ്രദ്ധിക്കണേ, അന്വേഷിച്ചു എന്നതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ച വാക്കെന്താ? ഇൽതമിസ്. ഇൽതമിസു എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ലമസ എന്ന് പറഞ്ഞാൽ സ്പർശിച്ചു എന്നാ, ടച്ച് ചെയ്യാം. ഈ കണ്ണ് കാണാത്ത ആളുകള് അവര് എങ്ങനെ നടക്കുക കണ്ടിട്ടുണ്ടോ? ചിലരുടെ കയ്യിൽ വടിയുണ്ടാവും, അല്ലെങ്കിൽ വടിയില്ലാത്ത ആളുകളാണെങ്കിൽ കൈകൊണ്ട് എന്ത് ചെയ്യിക്കും, തൊട്ടിട്ടായിരിക്കും നടക്കുക. അപ്പൊ ഈ കണ്ണ് കാണാത്ത ആള് ഈ തൊട്ട് നടക്കുന്നതിനാണ് എന്ത് പറയാ അറബിയില്? എൽതമിസു എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ ഈ കണ്ണ് കാണാത്ത ആൾ പരിശ്രമിക്കുന്ന ആ ഒരു ചെറിയ പരിശ്രമമേ എന്തിനാവശ്യമുള്ളൂ? ദീൻ പഠിക്കാൻ ആവശ്യമുള്ളൂ. എങ്ങനെയാണെങ്കിൽ? വഴി കറക്റ്റാണെങ്കിൽ. ഈ വഴി തെറ്റാവുമ്പോഴാണ് എന്ത് വേണ്ടി വരിക? ഒരുപാട് കഷ്ടപ്പെടും, ഒരുപാട് പ്രയാസപ്പെട്ട്, ഒരുപാട് ബുദ്ധിമുട്ടി. എന്നാൽ റിസൾട്ട് ഉണ്ടാവും, റിസൾട്ടും കിട്ടൂല. വഴി കറക്റ്റാണെങ്കിൽ വളരെ സിമ്പിളാണ്. ചെറിയൊരു പരിശ്രമം നമ്മുടെ ഭാഗത്തുനിന്ന് ആവശ്യമുള്ളൂ, വഴി കറക്റ്റാണെങ്കിൽ. അതേസമയം വഴി തെറ്റാണെങ്കിൽ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ചെറിയ റിസൾട്ട് മാത്രമേ നമ്മൾക്ക് അതിൽ നിന്ന് കിട്ടുകയുള്ളൂ. അപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ സംസാരിക്കാൻ പോകുന്ന ഈ വഴിയെ സംബന്ധിച്ചാണ്. ഈ വഴി കറക്റ്റായി കഴിഞ്ഞാൽ പിന്നെ നമുക്കതിൽ എന്തേ ആവശ്യമുള്ളൂ? ആ വഴിയിൽ തന്നെ ഉറച്ചു നിൽക്കുക. വഴി ഇപ്പൊ നിങ്ങൾക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇൽമു കരസ്ഥമാക്കാൻ വേറെ പല വഴികളും ഈ ദുനിയാവിലുണ്ടാവും. വേറൊരുപാട് വഴികൾ ഈ ദുനിയാവിലുണ്ടാവും. ആ വഴികളിലേക്കൊന്നും കയറാതെ ഈ വഴിയിൽ തന്നെ ഉറച്ചു നിൽക്കുക എന്നുള്ളത് നിങ്ങൾക്ക് ബാധ്യതയുള്ളൂ. അത്രമാത്രം നിങ്ങൾ ചെയ്യേണ്ടതുള്ളൂ. ഈ വഴിയിൽ നിന്ന് മാറാതെ മറ്റു വഴികളിലേക്ക് കടക്കാതെ ഈ വഴിയിൽ തന്നെ ഉറച്ചു നിൽക്കുക. അപ്പോൾ ഉറച്ചു നിൽക്കേണ്ട ആ എളുപ്പമുള്ള സിമ്പിളായി ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്ന ആ വഴിയെ സംബന്ധിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പൊ ആദ്യം നമ്മുടെ മനസ്സിൽ നിന്ന് മാറ്റേണ്ട എന്താ? ദീൻ പഠിക്കുന്നത് വളരെ എളുപ്പമുള്ള കാര്യമാണെന്നുള്ളതാണ് നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ ആദ്യം കൊണ്ടുവരേണ്ട കാര്യം. വളരെ സിമ്പിളായിട്ടുള്ള കാര്യം. അപ്പോ ഈ സിമ്പിളായിട്ടുള്ള ലക്ഷ്യം കരസ്ഥമാക്കാൻ നമുക്ക് മുന്നിലുള്ള വഴി എന്താണ്? അതിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഉറക്കം വരുന്നുണ്ടല്ലോ. വേണ്ട. ഒന്നാമത്തെ കാര്യം ശ്രദ്ധിച്ചോ, എഴുതി വെച്ചോ. ഒന്നാമത്തെ കാര്യം ഇൽമിന്റെ പാത്രത്തെ വൃത്തിയാക്കുക എന്നുള്ളതാണ്.
ഇൽമിന്റെ പാത്രം അതിനെ ശുദ്ധിയാക്കുക അല്ലെങ്കിൽ വൃത്തിയാക്കുക എന്നുള്ളതാണ് ഒന്നാമത് ചെയ്യേണ്ട കാര്യം. എന്താണ് ഇൽമിന്റെ പാത്രം? നമ്മളിപ്പോ പഞ്ചസാര എന്ത് ചെയ്യും? എടുത്തു വെക്കും, പാത്രത്തിലിട്ടിട്ട് അരിയിട്ട് എടുത്തു വെക്കും. ഓരോന്നിനും ഓരോ പാത്രങ്ങളാണ്. അതുപോലെ നമ്മുടെ ശരീരത്തിൽ ഇൽമ് സ്റ്റോർ ചെയ്ത് വെക്കാനൊരു പാത്രമുണ്ട്. അതെന്താ? കൽബ്. അതാണ് കൽബ്. ഈ കൽബിലാണ് നമ്മൾ എന്ത് ചെയ്യുക? ഇൽമ് സ്റ്റോർ ചെയ്ത് വെക്കുക. ശ്രദ്ധിക്കണേ, കൽബിലാണ് ഇൽമ് സ്റ്റോർ ചെയ്ത് വെക്കുക. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഇൽമ് എന്നുള്ളത്, അതായത് അള്ളാഹു വഹ്യായി അവതരിപ്പിച്ച ഈ ഇൽമ്, ഇത് ദുനിയാവിനേക്കാളും വിലപിടിപ്പുള്ള സാധനം. ശ്രദ്ധിക്കണേ, ദുനിയാവിൽ വേറൊന്നുകൊണ്ടും വേറെ ഏതൊരു മാർഗത്തിലൂടെ അന്വേഷിച്ചാലും വേറെ എന്തൊക്കെ നമ്മൾ ചെലവഴിച്ചാലും നമുക്ക് വേറെ ഒരു തരത്തിൽ നേടിയെടുക്കാൻ സാധിക്കാത്തത്രയും വിലപിടിപ്പുള്ള സാധനമാണ് എന്ത്? ഈ ഇൽമ് എന്നുള്ളത്. അത്രയും ഈ വിലപിടിപ്പുള്ള സാധനം അത് വെക്കാൻ മാത്രം അനുയോജ്യമായിരിക്കണം എന്ത്? ഈ പാത്രം. ശ്രദ്ധിക്കണേ, ഏതുപോലെ നിങ്ങൾ ഇത് കണ്ടിട്ടുണ്ടോ? എന്താ പറയാ, നല്ല വിലപിടിപ്പുള്ള ഡയമണ്ടുകളും വജ്രങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ? ഇതെങ്ങനെയുള്ള സ്ഥലത്താണ് വെക്കുക? ഏതെങ്കിലും കുപ്പത്തൊട്ടിയിലൊക്കെ കാണോ? വഴിയിൽ കൂടെ പോകുമ്പോൾ കാണോ? കാണൂല. എന്തുകൊണ്ടാ? അതിന് എത്രത്തോളം വിലയുണ്ടോ ആ വിലയ്ക്ക് അനുയോജ്യമായ സ്ഥലത്തെ അത് വെക്കുള്ളൂ, അല്ലേ? ഇതുപോലെ തന്നെ ശരഈയായ ഇൽമ് ഈ വജ്രത്തെക്കാളും എല്ലാത്തിനേക്കാളും വിലപിടിപ്പുള്ളതാണെങ്കിൽ അതിന് യോജിച്ചതായിരിക്കണം നമ്മുടെ ഹൃദയം, നമ്മുടെ കൽബ് അതിന് യോജിച്ചതായിരിക്കണം. എന്ന് വെച്ചാൽ വൃത്തികേടുകൾ നിറഞ്ഞ ഹറാമുകൾ മാറിപ്പോകാതെ അവിടെ കുടിയേറി പാർത്തിട്ടുള്ള ഹൃദയത്തിൽ എന്ത് ചെയ്യില്ല? ഈ ഇൽമ് വന്ന് നിൽക്കൂല. ഈ ഇൽമ് വന്ന് എന്ത് ചെയ്യില്ല? അതിന് സ്റ്റോർ ചെയ്ത് വെക്കാൻ. ഇൽമ് എന്ന് പറഞ്ഞാൽ എന്താ പറയാ, എല്ലാവരുടെ അടുക്കലും പോയിരിക്കുന്ന എന്താ പറയാ നിന്ദ്യനായിട്ടുള്ളൊരു വ്യക്തി, ഒരു സാധനമല്ല ഇൽമ് എന്നുള്ളത്. ഇൽമ് അങ്ങേയറ്റം ഉന്നതനാണ്, ആദരണീയനാണ്. അതുകൊണ്ട് തന്നെ അതിന് യോജിച്ച സ്ഥലത്തേ നിൽക്കുള്ളൂ, അല്ലെങ്കിൽ അത് പോകും. ഒരു ഹൃദയത്തിലേക്ക് ഇൽമു വന്ന് ഇറങ്ങുമ്പോൾ അവിടെ വൃത്തികേടുകൾ ഉണ്ടെങ്കിൽ ഇൽമിനും അവിടെ കഷ്ടപ്പെട്ട് നിൽക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഇൽമു അവിടെ നിന്ന് പോകും. അപ്പം നമ്മൾ ഏറ്റവും ആദ്യം ഇൽമു പഠിക്കാൻ ഉദ്ദേശിക്കുന്നവർ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട എന്താ? കൽബ് ശുദ്ധിയാക്കണം. കൽബ് ശുദ്ധിയാക്കണം. അപ്പോൾ കൽബ് ശുദ്ധി ഇത് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത്, ഇങ്ങനെയാണെങ്കിൽ പിന്നെ ഞാനത് ബാക്കി കേട്ടിട്ട് കാര്യമില്ല, കാരണം നമുക്ക് എല്ലാവരും കൽബിൽ ഒരുപാട് വൃത്തി, അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ദുനിയാവിൽ ആരും ആലിമ്യങ്ങളായിട്ട് മനുഷ്യന്മാരെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും എന്ത് ചെയ്യും? തെറ്റുകൾ സംഭവിക്കും. ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ മനസ്സിൽ നമ്മൾ തൗബ ചെയ്യുക. എന്ന് വെച്ചാൽ നമ്മൾക്ക് മാറ്റാൻ ആഗ്രഹമില്ല തിന്മ. നമുക്ക് ആ തിന്മ മാറ്റാൻ ആഗ്രഹമില്ല. ഇത് നമ്മുടെ മനസ്സിൽ എപ്പോഴും അതുണ്ട്. എപ്പോഴെങ്കിലും വീട്ടുകാരില്ലാത്തപ്പോഴോ അല്ലെങ്കിൽ ആരും കാണാത്തപ്പോഴോ അല്ലെങ്കിൽ അവിടെ ഒറ്റയ്ക്കാകുമ്പോഴോ അല്ലെങ്കിൽ ഇവിടെ പോകുമ്പോഴോ അപ്പോഴൊക്കെ ഇത് ചെയ്യണം എന്ന് നേരത്തെ നമ്മുടെ മനസ്സിൽ എന്തുണ്ട്? ഒരു പ്ലാനിങ്ങും ആഗ്രഹമുള്ള തിന്മകൾ. ആ തിന്മകൾ നമ്മുടെ ഹൃദയത്തിലുള്ള കറകളാണ്. അത്തരം തിന്മകൾ നമ്മുടെ ഹൃദയത്തിലുള്ള കറകളാണ്. ആ കറ അവിടെ ഉണ്ടെങ്കിൽ ഹൃദയം വൃത്തികേടായിരിക്കും അർത്ഥം. വൃത്തികേടാണെങ്കിൽ എന്ത് ചെയ്യില്ല? ഇൽമ അവിടെ വന്ന് ഇറങ്ങൂല. ഇൽമിന് ഹൃദയത്തിൽ നമുക്ക് ഇറക്കി അവിടെ നമുക്ക് ഹൃദയത്തിൽ സ്റ്റോർ ചെയ്ത് വെക്കണമെങ്കിൽ നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഹൃദയത്തെ എന്ത് ചെയ്യണം? വൃത്തിയാക്കി വെക്കുക എന്നുള്ളതാണ്. ഹൃദയത്തെ വൃത്തിയാക്കി വെക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം. എന്താ? കൽബ് ശുദ്ധിയാക്കുക, കൽബ് വൃത്തിയാക്കുക എന്നുള്ള ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം. നമ്മൾ തെറ്റുകൾ ചെയ്യാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കുക. ചിലപ്പോൾ തെറ്റുകൾ പറ്റും, സ്വാഭാവികമാണ്. തെറ്റുകൾ പറ്റിയാൽ ഉടനെ തെറ്റാണെന്ന് മനസ്സിലായ ഉടനെ തന്നെ എന്ത് ചെയ്യുക? തൗബ ചെയ്യാം. തെറ്റാണെന്ന് മനസ്സിലായ ഉടനെ തൗബ ചെയ്യുക, ഇസ്തിഗ്ഫാർ ചെയ്യുക. അപ്പൊ ശരിയായ തൗബയാണെങ്കിൽ എന്ത് ചെയ്യും?
ആ തിന്മയെ അള്ളാഹു സുബ്ഹാനഹു വ തആല തൗബ കൊണ്ട് മായ്ച്ചു കളയും, ശരിയായ തൗബയാണെങ്കിൽ. അപ്പൊ എപ്പോഴൊക്കെ തെറ്റ് വരുന്ന അപ്പോഴൊക്കെ തൗബ ചെയ്യാം. അങ്ങനെയുള്ള ഒരാൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ? ഇൽമു കരസ്ഥമാക്കാൻ സാധിക്കുള്ളൂ. ശ്രദ്ധിക്കണേ, തെറ്റ് ചെയ്യാത്ത ഒരാൾക്ക് ഇൽമു കിട്ടുള്ളൂ നമ്മൾ പറയുന്നില്ല, അങ്ങനെ ആരും ദീൻ പഠിപ്പിച്ചു തന്നിട്ടില്ല. പക്ഷെ തെറ്റ് പറ്റുമ്പോഴൊക്കെ അതിൽ നിന്ന് തൗബ ചെയ്യുന്ന ഒരാൾക്കേ ഇൽമു കിട്ടുള്ളൂ എന്നുള്ളത് ശ്രദ്ധിക്കണം. തെറ്റ് പറ്റി പോകുമ്പോഴൊക്കെ തൗബ ചെയ്യുന്ന ഒരാൾക്കാണ് എന്ത് ചെയ്യുക? ഇൽമു ലഭിക്കുക. അല്ലാത്ത ഒരാൾക്ക് എന്ത് ചെയ്യില്ല, അവന്റെ തിന്മകൾ ഇൽമു ലഭിക്കുന്നതിന് തടസ്സമായി നിൽക്കും. തിന്മകൾ ഇൽമു ലഭിക്കുന്നതിന് തടസ്സമായി നിൽക്കും. തിന്മകൾ എന്ന് വിചാരിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട, എന്താ പറയാ, നിങ്ങൾ വിചാരിക്കുന്ന തിന്മകൾ മാത്രമല്ല. ഇപ്പൊ ഉദാഹരണത്തിന് കിബിർ, ഞാനെന്തോ വലിയ സംഭവമാണെന്നുള്ളൊരു ചിന്ത, അത് നമ്മുടെ ഹൃദയത്തിൽ ഇൽമു തടയാനുള്ള ഏറ്റവും വലിയൊരു കാരണം. സനസ്രിഫു അൻ ആയാത്തിനല്ലദീന യതകബ്ബറൂന ഫിൽ അർദ്. അല്ലാഹു എന്താ പറഞ്ഞു? അല്ലാഹുവിന്റെ ഖുർആനിൽ അല്ലാഹു പറയാണ്, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ തൊട്ട് അള്ളാഹു എന്ത് ചെയ്യും? സ്വന്തത്തിൽ കിബിർ നടിക്കുന്നവരെ തടയുന്ന. അതിന്റെ തഫ്സീറിൽ സുഫിയാൻ സൗരി റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, ഹരിമുഹും ഫഹ്മൽ ഖുർആൻ. ഞാൻ എന്ത് ചെയ്യും? അള്ളാഹു പറയാം, ഞാൻ അവർ ഖുർആനൊക്കെ മനപ്പാടാക്കിയിട്ടുണ്ടാവും, പക്ഷെ അതിന്റെ ആയത്തുകൾ മനസ്സിലാക്കുന്നതിന് തൊട്ട് ഞാൻ അവരെ തടയും. ആരെ? കിബിർ കാണിക്കുന്ന ആളുകളെ. അപ്പൊ ഏത് തിന്മയും അതിനെന്തുണ്ട്? സൈഡ് എഫക്റ്റുകളുണ്ട്. എല്ലാ തിന്മകൾക്കും സൈഡ് എഫക്റ്റുകളുണ്ട്. അപ്പൊ നമ്മുടെ ഹൃദയത്തിൽ എല്ലാ തിന്മകളും അതിൻ്റെതായ സ്വാധീനം ചെലുത്തുന്നുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യും? ആ സ്വാധീനം ഇൽമു കരസ്ഥമാക്കുന്നതിൽ നിന്ന് നമ്മളെ തടയും. ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യത നമ്മൾ ചെയ്യേണ്ടത്രയേ ഉള്ളൂ, പരമാവധി തിന്മകൾ വരാതിരിക്കാൻ ശ്രമിക്കുക. പരമാവധി. ഇനി തെറ്റ് പറ്റിപ്പോയെന്ന് വിചാരിക്കാം, ചെയ്യണമെന്നല്ല. അഥവാ അങ്ങനെ മാനസികമായിട്ട് പെട്ടെന്ന് വികാരം അതിജയിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അശ്രദ്ധ കൊണ്ടോ, അല്ലെങ്കിൽ അറിവില്ലായ്മ, എന്തെങ്കിലും തരത്തിൽ തെറ്റ് സംഭവിച്ചാൽ ഉടൻ തന്നെ എന്ത് ചെയ്യാം? തൗബ ചെയ്യാം. തൗബ ചെയ്യുമ്പോൾ എന്തൊക്കെ നിബന്ധനകളാണ്? 3 നിബന്ധനകളാണ് തൗബയ്ക്ക്. ഒരു തൗബയാവാൻ 3 നിബന്ധനകളാണ്. എന്തൊക്കെയാണ് അറിയോ? ഒന്നൊക്കെ ഇല്ല, അറിയോ? ഇല്ലില്ല, ചോദിക്കേണ്ടത് മാത്രം. നിങ്ങൾക്കറിയോ? എങ്ങനെ? അപ്പൊ പിന്നീട് ആവർത്തിച്ചാലോ? നമ്മളൊരു തിന്മയും തൗബ ചെയ്തിട്ട് പിന്നെ ആവർത്തിക്കുന്നില്ല. എഴുതി വെച്ചോ? എഴുതി വെക്കാതിരിക്കുന്നുണ്ടെന്ന് മറക്കണം. ഒന്നാമത്തെ കാര്യം എന്താ? തെറ്റിൽ നിന്ന് വിട്ടു നിൽക്കുക. തെറ്റ് അവിടെ സ്റ്റോപ്പ് ചെയ്യുക, അവസാനിപ്പിക്കുക. തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, തൗബയില്ല. തെറ്റ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കെ അത് മാറാതെ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കെ തന്നെ ഞാൻ അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞിട്ടൊരു കാര്യമില്ല. തെറ്റ് സ്റ്റോപ്പ് ചെയ്യാം. തെറ്റ് സ്റ്റോപ്പ് ചെയ്യാം. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, തെറ്റ് വന്നു പോയല്ലോ, തെറ്റ് എനിക്ക് പറ്റിപ്പോയല്ലോ, ഞാനെന്റെ റബ്ബിനെ ധിക്കരിച്ചു പോയല്ലോ എന്നത് ആലോചിച്ച് മനസ്സിൽ എന്ത് ചെയ്യുക? വിഷമം ഉണ്ടാവും. പറ്റിപ്പോയ തെറ്റിനെ സംബന്ധിച്ച് വിഷമം ഉണ്ടാവുക. മൂന്നാമത്തത്, ഇനി ഞാൻ എന്ത് ചെയ്യില്ല, കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി ഞാൻ ആ തെറ്റ് ആവർത്തിക്കൂല, ഇനി ആ തെറ്റ് ഞാൻ ഭാവി ജീവിതത്തിൽ ഞാൻ ചെയ്യൂല എന്ന ദൃഢനിശ്ചയം ഉണ്ടാവും. ആ ദൃഢനിശ്ചയാണ് കാര്യം. ശ്രദ്ധിക്കണേ, തെറ്റ് വീണ്ടും വന്നാൽ, നമ്മളിപ്പോ ഒരു തെറ്റ് തൗബ ചെയ്തു, പിന്നെ ആ തെറ്റ് ജീവിതത്തിൽ വന്നാലോ ആ തൗബ ശരിയല്ലേ?
ശരിയാണോ അല്ലയോ? തൗബ ശരിയാണ്. കാരണം തെറ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതല്ല കണ്ടീഷൻ. തെറ്റ് ഞാൻ ഇനി ചെയ്യൂല എന്നത് ആത്മാർത്ഥമായി നമ്മുടെ മനസ്സിൽ എന്ത് ചെയ്യണം? ദൃഢനിശ്ചയം വെക്കണം. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്തിരിക്കാം, വീണ്ടും നമ്മൾ വേണം വെച്ചിട്ടല്ല, അറിയാതെ മാനുഷികമായി എന്ത് ചെയ്തേക്കാം, തെറ്റിലേക്ക് വീണു പോയേക്കാം. അപ്പൊ വീണ്ടും എന്ത് ചെയ്യാം? തൗബ ചെയ്യാം. വീണ്ടും തെറ്റുപറ്റിയാൽ വീണ്ടും തൗബ, വീണ്ടും തെറ്റുപറ്റിയാൽ വീണ്ടും തൗബ ചെയ്യാം. ഏതുവരെ? മരിക്കും വരെ അങ്ങനെ തന്നെ, മരിക്കുന്നവരെ അങ്ങനെ തന്നെ. അപ്പൊ തെറ്റ് പറ്റുമ്പോഴൊക്കെ നമ്മൾ തൗബ ചെയ്താൽ നമ്മൾ മുത്തഖിയാണ്. ശ്രദ്ധിക്കണേ, നമ്മൾ വിചാരം മുത്തഖി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെയൊക്കെ വിചാരം എന്താ? തെറ്റൊന്നും ചെയ്യാതെ, ഒരു തെറ്റും ചെയ്യാതെ അങ്ങനെ നടക്കും. അങ്ങനല്ല. തെറ്റ് പറ്റുമ്പോഴൊക്കെ നമ്മൾ തൗബ ചെയ്യാണ്. ഈ രൂപത്തിൽ, വെറുതെ കാക്ക തൗബയല്ല, ഈ രൂപത്തിൽ ശരിയായ തൗബ ചെയ്യുകയാണെങ്കിൽ നമ്മൾ മുത്തഖിയാണ്, അള്ളാഹുവിന്റെ വലിയാണ്. ഇങ്ങനെയുള്ള ഒരാളാണെങ്കിൽ അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് അള്ളാഹു എന്ത് ചെയ്യും? ഇൽമു കൊടുക്കും. അങ്ങനെയുള്ള ആളുകൾക്ക് അള്ളാഹു എന്ത് ചെയ്യുള്ളൂ? ഇൽമു കൊടുക്കുള്ളൂ. അപ്പൊ ഒന്നാമത്തെ കാര്യം ഇതാണ്, ഹൃദയം ശുദ്ധിയാക്കി കാത്തു സൂക്ഷിക്കുക. ഇൽമിന്റെ പാത്രത്തെ വൃത്തിയാക്കി വെക്കുക. ഏറ്റവും പെർഫെക്റ്റ് ആക്കി വെച്ചാലാണ് അവിടെ ഏറ്റവും പെർഫെക്റ്റായ ഇൽമ എന്ത് ചെയ്യുള്ളൂ? അവിടെ വെക്കാൻ പറ്റുള്ളൂ. രണ്ടാമത്തെ കാര്യം അതേപോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്ത്? ഇഖ്ലാസ് എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം ഇഖ്ലാസ്. എന്താണ് ഇഖ്ലാസ്? അത് നമ്മൾ ഒന്നാമത് പറഞ്ഞു. അന്ന് ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ അറബിയിൽ ഒഴിവാക്കാൻ അർത്ഥം. ദീനിൽ ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, നമ്മുടെ ഹൃദയത്തിൽ അള്ളാഹുവിന്റെ തൃപ്തി കിട്ടണം എന്നുള്ളതല്ലാത്ത ബാക്കിയുള്ള ചിന്തകളൊക്കെ എന്ത് ചെയ്യുക? ഒഴിവാക്കുക. നമ്മളൊരു പ്രവർത്തനം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ അള്ളാഹുവിന്റെ തൃപ്തി കിട്ടണം എന്നുള്ള ചിന്ത ഉണ്ടാവും, വേറെ പല ചിന്തകളൊക്കെ കടന്നു വരും. ബാക്കിയുള്ള ചിന്തകളൊക്കെ ഒഴിവാക്കിയിട്ട് അള്ളാഹുവിന്റെ തൃപ്തി കിട്ടണം എന്നുള്ളത് മാത്രം നമ്മുടെ ഹൃദയത്തിൽ നിലനിർത്തുന്നതിന് എന്ത് പറയാ? ഇഖ്ലാസ് എന്ന് പറയാം. അപ്പൊ നമ്മൾ ദീൻ പഠിക്കുന്നത് ആർക്ക് വേണ്ടി മാത്രമായിരിക്കണം? അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കണം. അള്ളാഹുവിന് തൃപ്തി കിട്ടണം എന്നുള്ള ലക്ഷ്യം മാത്രം നമുക്ക് ദീൻ പഠിക്കുമ്പോൾ ആളുകൾ എന്നെ വലിയ പണ്ഡിതനാണെന്ന് വിചാരിക്കണമെന്നോ, അല്ലെങ്കിൽ ഞാൻ ഇത്ര പഠിച്ചു എന്ന് ആളുകൾ മുന്നിൽ വന്ന് ഇങ്ങനെ വീമ്പ് പറയണമെന്നോ, ഇങ്ങനെ എന്തെങ്കിലും ഒരു തെറ്റായൊരു ഉദ്ദേശം പഠിക്കുന്ന ആൾക്ക് ഉണ്ടാവാൻ പാടില്ല. മറിച്ച് ആളുകളുടെ തൃപ്തി എന്നുള്ളത് അവനെ സംബന്ധിച്ചിടത്തൊരു വിഷയമാകരുത്. ആളുകൾ തൃപ്തിപ്പെടുകയാണ് തൃപ്തിപ്പെട്ട്, ആളുകൾ വെറുക്കുകയാണ് വെറുത്തോട്ടെ, അതൊന്നും അവനെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമേ അല്ല, വിഷയമാകാനും പാടില്ല. ആളുകൾ അവനെ പറ്റി നല്ലത് പറയുന്നുണ്ടാവും, ഇവനെ പരിഗണിക്കൂല. ഇവനതിൽ മാഷാ അല്ലാഹ് എന്നെ പറ്റി എല്ലാവരും നല്ലത് പറയുന്നു പറഞ്ഞിട്ട് ഇവൻ എന്ത് ചെയ്യില്ല, നെഞ്ചുമിരിച്ച് നടക്കൂല. ആളുകൾ അവനെ പറ്റി മോശം പറഞ്ഞാൽ ഇവന് സങ്കടാവൂല. ആളുകൾ എന്തോ പറഞ്ഞോട്ടെ എന്ന് വിചാരിക്കുള്ളൂ. മനസ്സിലായോ? ഇവൻ റബ്ബിന്റെ തൃപ്തി മാത്രം ആഗ്രഹിച്ചുകൊണ്ടായിരിക്കും എന്ത് ചെയ്യുക? ദീൻ പഠനത്തിൽ അവൻ ദീൻ പഠിക്കാൻ അവൻ തുടങ്ങുകയും അവസാനിപ്പിക്കുകയൊക്കെ ചെയ്യുക അള്ളാഹുവിന്റെ തൃപ്തി മാത്രം ആഗ്രഹിച്ചിട്ടാണ്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഈ ഇഖ്ലാസ് ഇല്ലെങ്കിൽ ഉള്ള അപകടം നമുക്കറിയാം. എന്താ അപകടം? നമ്മളെ എടുത്ത പണിയൊക്കെ വെറുതെയാവും, ഒക്കെ വെള്ളത്തിൽ വരച്ച വര പോലെയാവും. ഒരു ഉപകാരം അതും ഉണ്ടാവില്ല എന്നത് മാത്രമാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. ശ്രദ്ധിക്കണേ, ഉറങ്ങിപ്പോണ്ട. നമ്മൾ ഈ ദീൻ പഠിക്കാന്ന് പറയുന്നത് നമുക്കറിയാം അത്രയും പ്രയാസമുള്ള കാര്യമാണ്. ബാക്കിയുള്ളവർ ഉറങ്ങണം അത്ര സമയം ഉറങ്ങാൻ കഴിയില്ല. പലതും വായിക്കാനും പലതും പഠിക്കാനും ഒക്കെ ഉണ്ടാവും. ബാക്കിയുള്ളവർ മറ്റു കളികളിലും വിശ്രമത്തിലും വിനോദത്തിലൊക്കെ ഏർപ്പെടുന്ന പോലെ ദീൻ പഠിക്കുന്ന ആളുകൾക്ക് അത്രയൊന്നും പലപ്പോഴും പറ്റില്ല, തീരെ പറ്റില്ല എന്നല്ല, അത്രയൊന്നും എല്ലായ്പ്പോഴും പറ്റില്ല. പല കാര്യങ്ങൾ അവൻ എന്ത് ചെയ്യുന്നുണ്ടാവും, പലതും വായിക്കാനും പഠിക്കാനും എഴുതാനൊക്കെ ഉണ്ടാവും. അപ്പോ ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് നമ്മുടെ എല്ലാം നമ്മൾ ത്യജിച്ച് ഒഴിവാക്കി ഇത്രയും ബുദ്ധിമുട്ടിയിട്ട് അവസാനം നമുക്ക് ഇതുകൊണ്ട് ഒരു പ്രതിഫലവും കിട്ടാത്തൊരവസ്ഥ വരും.
ഇഖ്ലാസ് ഇല്ലെങ്കിൽ. എന്ന് മാത്രമല്ല, പ്രതിഫലം ഇല്ല എന്ന് മാത്രമാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ലേ, ശിക്ഷയുണ്ടാവും. ഇഖ്ലാസ് ഇല്ലെങ്കിൽ ഒരു അമല് കൊണ്ട് അമല് ചെയ്യുമ്പോൾ അതിൽ ഇഖ്ലാസ് ഇല്ലെങ്കിൽ ആ അമലിന്റെ പ്രതിഫലം കിട്ടൂല എന്ന് മാത്രമല്ല, ആ അമലിലൂടെ എന്ത് ചെയ്യും, ശിക്ഷ ലഭിക്കുന്നൊരവസ്ഥ ഉണ്ടാവും. അതാണ് വലിയ അപകടം. പ്രതിഫലം ഇല്ലെങ്കിൽ അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല എന്നേ ഉള്ളൂ, പ്രത്യേകിച്ച് ഒരു കാര്യം ഇല്ലാണ്ടായിന്നേ ഉള്ളൂ. പക്ഷെ അതിന് ശിക്ഷയും ലഭിക്കും. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താ? അവ്വലു മൻ തുസഅറു ബിഹി മുന്നാറു സലാസ. ആദ്യമായി നരകത്തിൽ വലിച്ചെറിയപ്പെടുക 3 വിഭാഗം ആളുകളാണ്. അതിൽ 3 വിഭാഗത്തെയും പറയുന്നത്, അതിലാദ്യം പറയുന്ന ആരെയാ? റജുലുൻ തഅല്ലമൽ ഇൽമ വഅല്ലമഹു വഖറഅൽ ഖുർആൻ. ഇൽമു പഠിപ്പിച്ച് ഖുർആൻ പാരായണം ചെയ്തൊരു വ്യക്തി അവനെ കൊണ്ടുവരും. റബ്ബിന്റെ അടുക്കൽ വെച്ചിട്ട് റബ്ബ് എന്ത് ചെയ്യും, അവന് കൊടുത്ത അനുഗ്രഹങ്ങളൊക്കെ എടുത്തു പറയുമ്പോൾ എന്നിട്ട് അവനോട് ചോദിക്കും, ഈ അനുഗ്രഹങ്ങൾക്ക് പകരമായി നീ എന്താ ചെയ്ത് ചോദിക്കും. അപ്പൊ എന്താ പറയാ? റബ്ബേ, ഞാൻ നിന്റെ മാർഗത്തിൽ, ശ്രദ്ധിക്കണേ, അവൻ പറയുന്ന വാക്ക് ശ്രദ്ധിക്കും, റബ്ബേ, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു, നിന്റെ മാർഗത്തിൽ ദീൻ പഠിക്കുകയും നിനക്ക് വേണ്ടി ഖുർആൻ പാരായണം ചെയ്യുകയും ചെയ്തു എന്ന് പറഞ്ഞപ്പോ അള്ളാഹ് തിരിച്ചെന്താ അവനോട് പറയാന്നറിയോ? എന്താ പറയാ? കദബ്ത, നീ പറഞ്ഞത് കളവാണ്, പച്ചക്കള്ള നീ പറഞ്ഞു. നീ പഠിച്ചതും പഠിപ്പിച്ചൊക്കെ എന്തിനു വേണ്ടിയിട്ടാ? ആളുകൾ നിന്നൊരു പണ്ഡിതനാണെന്ന് പറയപ്പെടാൻ വേണ്ടി മാത്രമാണ്. നീ ഖുർആൻ പാരായണം ചെയ്ത് എന്തിനു വേണ്ടി മാത്രമാണ്? ആളുകൾ നല്ലൊരു കാര്യമാണ് നീ എന്ന് പറയപ്പെടാൻ വേണ്ടി മാത്രമാണ്. അത് ദുനിയാവിൽ വെച്ച് പറയപ്പെട്ടിട്ടുണ്ട്, ഇവിടെ നിനക്കൊന്നുമില്ല. നീ ആഗ്രഹിച്ച് നിനക്ക് ദുനിയാവ് തന്നെ എന്ത് ചെയ്തു, കിട്ടി, അത് അവിടെ നിന്ന് കഴിഞ്ഞു, നിന്റെ പ്രതിഫലം അതോടെ അവസാനിച്ചു. ഇവിടെ നിനക്ക് എന്തില്ല, യാതൊരു പ്രതിഫലവും ഇല്ല. കാരണം ഇവിടുത്തെ പ്രതിഫലം നീ ആഗ്രഹിച്ചിട്ടല്ല അത് ചെയ്തത്. ഇങ്ങനെ പറഞ്ഞിട്ട് എന്ത് ചെയ്യും, അവനെ മുഖം നിലത്ത് കുത്തിയ അവസ്ഥയിൽ വലിച്ചഴിച്ചിട്ട് എന്ത് ചെയ്യും, നരകത്തിലേക്ക് വലിച്ചെറിയും. ശ്രദ്ധിക്കണേ, ഒന്നും ചെയ്യാതെ വന്ന ആളല്ല. ദീൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ഖുർആൻ പാരായണം ചെയ്യുകയും ചെയ്ത വ്യക്തി ഇഖ്ലാസ് ഉണ്ടായിരുന്നില്ല. അതാണ് ഇഖ്ലാസിന്റെ പ്രാധാന്യം. ഇഖ്ലാസ് ഇല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ എന്തല്ല, നമുക്ക് കുറേ എണ്ണുണ്ടായിട്ടും മണ്ണുണ്ടായിട്ടൊന്നും കാര്യമില്ല. ഇഖ്ലാസ് ഇല്ലെങ്കിൽ നമുക്കത് എന്ത് ചെയ്യില്ല, ഉപകരിക്കുകയില്ല. ഇതുപോലെ തന്നെ ദീൻ പഠനത്തിലും അങ്ങനെ തന്നെയാണ്. ദീൻ പഠനത്തിൽ പ്രതിഫലം കിട്ടൂല എന്ന് മാത്രമല്ല വിഷയം, നമുക്ക് എത്രത്തോളം ഇഖ്ലാസ് ഉണ്ടോ അത്രത്തോളം ഇൽമേ നമുക്ക് കിട്ടുള്ളൂ. ശ്രദ്ധിക്കണേ, നമുക്ക് എത്രത്തോളം ഇഖ്ലാസ് ഉണ്ടോ അത്രത്തോളം ഇൽമേ നമുക്ക് കിട്ടുള്ളൂ. അതൊരു അടിസ്ഥാനമാണ്, അത് എഴുതി വെച്ചോളൂ. ഇഖ്ലാസിന്റെ അളവിനനുസരിച്ചിട്ടേ ഇൽമ ലഭിക്കുകയുള്ളൂ. നമുക്ക് കുറച്ച് ഇഖ്ലാസേ ഉള്ളൂ എങ്കിൽ കുറച്ച് ഇൽമേ കിട്ടുള്ളൂ. അങ്ങേയറ്റം പൂർണ്ണമായുള്ള ഇഖ്ലാസ് ആണെങ്കിൽ അങ്ങേയറ്റം ഇൽമ ലഭിക്കും. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഇഖ്ലാസ് കൊണ്ടുവരേണ്ടത്? ഇഖ്ലാസ് വേണമെന്ന് പറഞ്ഞു, ഇഖ്ലാസിന്റെ പ്രാധാന്യം പറഞ്ഞു, ഒക്കെ നമ്മൾ മനസ്സിലായി. ശരി, എങ്ങനെയാണ് ഇഖ്ലാസ് കൊണ്ടുവരേണ്ടത്? എങ്ങനെ നമ്മുടെ ഹൃദയത്തിൽ ഇഖ്ലാസ് ഉള്ളൊരു ഹൃദയമാണോ നമ്മുടെ എന്ന് പരിശോധിക്കാൻ എന്താ ചെയ്യേണ്ടത്? അതിന് നമ്മുടെ മനസ്സിൽ ഏറ്റവും ആദ്യം നമ്മൾ ഉണ്ടാവേണ്ട നിയത്ത്, ദീൻ പഠിക്കുമ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ ദീൻ പഠിക്കേണ്ട എന്തിനു വേണ്ടിയിട്ടാ? നമ്മുടെ സ്വന്തത്തിൽ നിന്ന് നമ്മുടെ ജഹല് നീക്കാൻ. എഴുതിക്കോളി, നമ്മുടെ സ്വന്തത്തിൽ നിന്ന് ജഹല് നീക്കാനാണ്. അതാണ് ഏറ്റവും നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട ഏറ്റവും ആദ്യത്തെ നിയത്തതാണ്. ഞാൻ ദീൻ പഠിക്കുന്നത് ഒന്നാമതായിക്കൊണ്ട് എൻ്റെ സ്വന്തം നഫ്സിന്റെ ജഹല് നീക്കാൻ, എൻ്റെ സ്വന്തം നഫ്സിന്റെ ജഹല് നീക്കാൻ. എന്തിനാണ് നമ്മുടെ നഫ്സിന്റെ ജഹല് നമ്മൾ എന്തിനാ നീക്കുന്നത്? മനസ്സിലാവുന്നില്ല? അല്ലല്ല, നമ്മൾക്ക് റബ്ബ് ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് നിർബന്ധമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാനെന്ന വ്യക്തി എനിക്കൊരുപാട് കാര്യങ്ങൾ നിർബന്ധമായിട്ടുള്ള കാര്യങ്ങളുണ്ട്.
എനിക്ക് ഒരുപാട് കാര്യങ്ങൾ റബ്ബ് ഹറാമാക്കിയിട്ടുണ്ട്. ശ്രദ്ധിക്കണേ, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ, ഇപ്പോ ഒരു മകൻ എന്ന നിലയ്ക്ക് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അള്ളാഹു നിർബന്ധമാക്കിയിട്ടുണ്ട്. ഒരു ഭർത്താവ് എന്ന നിലയ്ക്ക്, വാപ്പ എന്നുള്ള നിലയ്ക്ക്, അതുപോലെ തന്നെ ഒരു സഹോദരൻ എന്ന നിലയ്ക്ക്, ഒരു അയൽവാസി എന്നുള്ള നിലയ്ക്ക്, നാട്ടുകാരെന്നുള്ള നിലയ്ക്ക്, ഇങ്ങനെ ഒരുപാട് നിലയ്ക്ക് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അള്ളാഹു എന്ത് ചെയ്തിട്ടുണ്ട്, നിർബന്ധമാക്കിയിട്ടുണ്ട്. അപ്പൊ ഈ നിർബന്ധങ്ങളൊന്നും എനിക്ക് അറിയില്ലെങ്കിലോ, എനിക്കറിയില്ല എനിക്ക് എന്തൊക്കെ നിർബന്ധങ്ങളാണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. അപ്പൊ എന്താ പ്രശ്നം സംഭവിക്കുക? ആ നിർബന്ധങ്ങളൊന്നും പാലിക്കാത്ത ഒരാളായി ഞാൻ മാറും. ശ്രദ്ധിക്കണേ, ആ കടമകളൊന്നും നിറവേറ്റാത്ത ഒരാളായി ഞാൻ മാറും. അപ്പൊ എന്താ പ്രശ്നം വരിക? അപ്പൊ അങ്ങനെ ഒരാള് അള്ളാഹുവിന് തൃപ്തി ലഭിക്കുന്ന അവസ്ഥയിലായിരിക്കോ, കോപം ലഭിക്കുന്ന അവസ്ഥയിലായിരിക്കോ? മനസ്സിലായോ? അപ്പൊ നമുക്ക് ഏറ്റവും ആദ്യം പഠിക്കേണ്ട എന്താ പഠിക്കേണ്ടത്? നമ്മൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ തടി നരകത്തിന് കാത്തു സൂക്ഷിക്കാൻ. നമ്മൾ ലോകം മുഴുവൻ നന്നാക്കുന്നതിന് പകരം ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഞാൻ നരകത്തിന് രക്ഷപ്പെട്ടിട്ടുണ്ടോ എന്നാണ് ഏറ്റവും ആദ്യം നോക്കേണ്ടത്. നമ്മൾ നരകത്തിന് രക്ഷപ്പെടണമെങ്കിൽ ഏറ്റവും മിനിമം എന്ത് വേണം? ഏറ്റവും മിനിമം ഹറാമുകളിൽ നിന്ന് വിട്ടു നിൽക്കണം, വാജിബുകൾ പൂർത്തീകരിക്കണം. ഏറ്റവും മിനിമം പറയാം. അപ്പൊ നമുക്ക് വാജിബുകൾ എന്തൊക്കെയാണെന്ന് അറിയില്ല, അതുകൊണ്ട് നമ്മൾ പൂർത്തീകരിക്കുന്നില്ല. ഹറാമുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് അറിയുന്നില്ല, അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഒരാൾ എങ്ങനെയാണ് അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കുക? ഇങ്ങനെ ഒരാൾ എങ്ങനെയാണ് നരകത്തിന് രക്ഷപ്പെടുക? അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ, ത്വലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിം. ദീൻ പഠിക്കുക, മതപരമായ അറിവന്വേഷിക്കുക എന്നുള്ളത് ഓരോ മുസ്ലിമിന്റെ മേലും നിർബന്ധമാണ്. ഓരോ മുസ്ലിമിന്റെ മേലും, പള്ളിയത്തെ ഉസ്താദ് മാത്രമല്ല, ഓരോ മുസ്ലിമിന്റെ മേലും നിർബന്ധമാണ്. ഈ ഒരു അളവ് ഓരോ മുസ്ലിമും പഠിക്കണം. എന്നുവെച്ചാൽ നരകത്തുനിന്ന് രക്ഷപ്പെടാൻ നമുക്കൊരു കുറച്ചൊരു അറിവ് അത്യാവശ്യം. ഇൽമ് തീരെ ഇല്ലാത്തവൻ എന്ത് ചെയ്യില്ല, സ്വർഗത്ത് പോവില്ല. ശ്രദ്ധിക്കണം, മുസ്ലിമീങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം. വാപ്പയമ്മി മുസ്ലിം ആയതുകൊണ്ട് അങ്ങനെ ജീവിച്ചു പോകുന്നവരൊക്കെ ഉണ്ടാവും. ഇൽമില്ലാത്തവൻ എന്ത് ചെയ്യില്ല, ഇൽമിന്റെ അടിസ്ഥാനങ്ങൾ പോലും ഇല്ലാത്തവൻ സ്വർഗത്ത് പോവില്ല. ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അപ്പൊ ആ ഒരു അളവിലുള്ള ഇൽമ് അത് എനിക്ക് കിട്ടണം, അതെനിക്ക് ലഭിക്കണം. ആ ഒരളവ് കിട്ടാനാണ് നമ്മൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ ദീൻ പഠിക്കുമ്പോൾ, ഒരു സ്ഥലത്ത് ഒരു ക്ലാസ്സിന് പോയിരിക്കുമ്പോൾ, ഒരു പുസ്തകം വായിക്കുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് എന്തിനെങ്കിലും ഇങ്ങനെ ഇൽമുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ലക്ഷ്യം പൂർത്തീകരിക്കാൻ. എനിക്ക് എൻ്റെ നഫ്സിനെ ഏറ്റവും ആദ്യം എന്ത് ചെയ്യണം? നരകത്തുനിന്ന് കാത്തു സൂക്ഷിക്കണം. അതിന് എനിക്ക് എൻ്റെ മേലുള്ള ബാധ്യതകൾ എന്തൊക്കെയാണ്, എൻ്റെ മേൽ റബ്ബ് നിർബന്ധമാക്കിയ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് എനിക്ക് അറിയണം. എൻ്റെ മേൽ റബ്ബ് ഹറാമാക്കിയ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് എനിക്ക് അറിയണം എന്നൊരാൾ ആ ഒരു നിർബന്ധ ബുദ്ധിയോട് കൂടിയിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മൾ ദീൻ പഠിക്കാൻ ഫസ്റ്റത്തെ കാര്യതാണ്. ഒന്നാമത്തെ കാര്യം ഇതാണ്. ഇപ്പൊ ഉദാഹരണത്തിന് നിങ്ങളോട് ഒരാളോട് ചോദിക്കുകയാണ്. ഇപ്പൊ നമ്മളൊക്കെ ഒരു വാപ്പാന്റെയും ഉമ്മാന്റെയും മക്കളാണ് അല്ലേ? മാതാപിതാക്കളോട് പാലിക്കണ നിർബന്ധ കടമകൾ എന്തൊക്കെയാന്ന് ഒരാൾ ചോദിച്ചാലോ എന്തൊക്കെ പറയാം? അത് നമുക്ക് എല്ലാവർക്കും ബാധിക്കുന്ന കാര്യമല്ലേ. പിന്നെ പ്രായമുള്ളവരൊക്കെ ഉണ്ട്, ഉപ്പയമ്മയൊക്കെ മരിച്ചവരൊക്കെ ഉണ്ടാവും. അപ്പൊ അത് നമ്മൾ പാലിക്കാത്തിടത്തോളം എന്താണ്, നമ്മുടെ തടി നരകത്തിന് സലാമത്തായിട്ടില്ല. അപ്പൊ ഇത് പാലിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അറിയണ്ടേ? പലർക്കും അറിയാനിട്ടാണ്. എനിക്കെന്റെ ഉപ്പാനോടും ഉമ്മാനോടും ഇന്ന കടമകൾ ഉണ്ടെന്ന് പലർക്കും അറിയൂല. അറിയാതെ എങ്ങനെ പാലിക്കാം? മനസ്സിലായോ? ഇങ്ങനെ ഓരോ വിഷയത്തിലും. ഇനിയിപ്പോ ഒരു ഭർത്താവായിക്കഴിഞ്ഞാൽ ഭാര്യയോട് ഒരുപാട് കടമകളുണ്ടാവും. ഈ കടമകൾ അറിയാത്തൊരു ഭർത്താവിന് ആ ഭാര്യയോടുള്ള കടമകൾ പൂർത്തീകരിക്കാൻ സാധിക്കൂല.
അറിഞ്ഞിട്ട് പൂർത്തീകരിക്കാൻ സാധിക്കാത്തവരാണ് പലരും. അറിഞ്ഞാൽ പോലും പൂർത്തീകരിക്കാൻ കുറച്ച് പ്രയാസമുണ്ട്. പിന്നെ ഇങ്ങനെ അറിയാതെ പൂർത്തീകരിക്കാം. ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. വളരെ. അപ്പൊ ഒന്നാമത്തെ കാര്യം അതാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ദീൻ പഠിക്കുമ്പോൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ സ്വന്തം നഫ്സിലുള്ള ജഹൽ നീക്കാമാണ് ഏറ്റവും ആദ്യം. അത് കഴിഞ്ഞ് അൽഹംദുലില്ലാഹ് എന്റെ തടി ഏകദേശം നരകത്തിന് സലാമത്തായിട്ടുണ്ട് എന്ന് നമുക്ക് ഉറപ്പാവുന്നൊരവസ്ഥ വരുമ്പോഴാണ് പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഏറ്റവും അടുത്ത ആളുകളിലേക്ക് നോക്കുക. ഏറ്റവും അടുത്ത ആളുകളിലേക്ക്, നമ്മുടെ മാതാപിതാക്കൾ, അവരുടെ ജീവിതത്തിൽ ഒരുപാട് വിഷയങ്ങൾ വരുന്നുണ്ട്. അവർ നിസ്കരിക്കുന്നത് അത് ശരിയാണോ അല്ലയോ നമുക്ക് പരിശോധിക്കണം. അപ്പൊ അതിനെപ്പറ്റി പഠിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഭാര്യ, അവർക്ക് ഹൈദുൻ നിഫാസും വിഷയങ്ങളൊക്കെ വരുന്നുണ്ട്. നമ്മുടെ വിഷയം മാത്രമാണ്, നമുക്കതൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മുടെ വിഷയം പഠിച്ചു കഴിഞ്ഞതിന് ശേഷം എന്ത് വരുന്നുണ്ട്, ഭാര്യയെ ബന്ധപ്പെട്ടത് വരുന്നുണ്ട്, അതുപോലെ തന്നെ മാതാപിതാക്കളെ ബന്ധപ്പെട്ടത് വരുന്നുണ്ട്, മക്കളെ ബന്ധപ്പെട്ടത് വരുന്നുണ്ട്, അയൽവാസികളെ ബന്ധപ്പെട്ടത്, കുടുംബക്കാരെ ബന്ധപ്പെട്ടത്, ഇങ്ങനെ പലതും നമ്മുടെ ഏറ്റവും അടുത്ത ആളുകളെ ബന്ധപ്പെട്ട് നമ്മൾ എന്ത് ചെയ്യണം, അങ്ങനെ പഠിച്ചു വരണം. എന്തിനു വേണ്ടിയിട്ടാ? എല്ലാവർക്കും എന്ത് ചെയ്യാൻ സാധിക്കില്ല, പണ്ഡിതനാവാൻ സാധിക്കില്ല, അറിവുള്ളവരായി തീരാൻ സാധിക്കില്ല. അപ്പോ അവർക്ക് സാധിക്കാതിരുന്നു കഴിഞ്ഞാൽ അവർ നരകത്ത് പോവാൻ ചാൻസ് ഉണ്ട്. അവർ നരകത്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമ്മൾ പഠിച്ചിട്ട് എന്ത് ചെയ്യാൻ, അവർക്ക് പറഞ്ഞു കൊടുക്കാൻ. ശ്രദ്ധിക്കണേ. ഇസ്ലാം സ്വീകരിച്ച ആൾക്കാർ പണ്ഡിതന്മാരുടെ അടുത്ത് എത്തിപ്പെടാൻ പറ്റുന്നില്ല. ഇപ്പൊ ഒരു 50% 30% ദീൻ സ്വീകരിച്ച് നമ്മുടെ സഹോദരന്മാരുടെ അടുത്ത് അറിയുന്നത്, അവർക്ക് അറിയുന്നത് അവർ പറഞ്ഞു തരട്ടെ. ഉദാഹരണത്തിന് അവിടെ നിന്ന് ദീൻ എടുക്കാൻ പറ്റുള്ളൂ. അറിയാത്ത ആൾക്കാർ കുറച്ചാണ് നമ്മുടെ അടുത്ത് ദീൻ എടുക്കാൻ പറ്റും. ഉസ്താദന്മാരുടെ അടുത്ത് എത്തിപ്പെടാൻ പറ്റാത്ത ആൾക്കാർ അവർക്ക് നമ്മളിപ്പോ എന്താ പറയാ, അവർ സത്യസന്ധരാണെന്നും അതുപോലെ തന്നെ ദീൻ പറഞ്ഞു തരുന്നതിൽ വിശ്വസ്തരാണെന്നൊക്കെ നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അവർക്ക് അറിയുന്നത് അവർ പറഞ്ഞുള്ളൂ. മനസ്സിലായി? അവർക്ക് അറിയാത്തത് പറഞ്ഞു തരുന്ന ആളാണെങ്കിൽ അവരൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, സ്വീകരിക്കാൻ പാടില്ല. അത് പിന്നീട് പറയാം, വേറൊരു വിഷയമാണ്, ഞാൻ പറയാം. നമ്മൾ പറഞ്ഞു വന്നത്, നമ്മൾ ഈ തരത്തിൽ നമ്മുടെ തൊട്ടടുത്തുള്ള ആളുകൾ ആദ്യം നമ്മുടെ സേഫാക്കിയിട്ട്, നമ്മൾ ഇരുന്നിട്ട് കാല് നീട്ടാന്ന് പറയും മലയാളത്തിൽ, ആദ്യം നമ്മുടെ തടി സലാമത്താക്കിയിട്ട് നമ്മൾ പിന്നെ എന്ത് ചെയ്യുക, നമ്മുടെ ഏറ്റവും അടുത്ത വേണ്ടപ്പെട്ട ആളുകൾ എന്ത് ചെയ്യുക, അവരുടെ തടി സലാമത്താക്കാൻ എന്തൊക്കെയാണ് ആവശ്യം. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്തു, നമ്മുടെ കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കി. പിന്നെ നമ്മുടെ ഉപ്പാന്റെ ജീവിതത്തിൽ എന്തൊക്കെയാണ്, ഉപ്പാന്റെ ജീവിതം നമ്മൾ മൊത്തത്തിലൊന്ന് നോക്കുമ്പോൾ പല വിഷയങ്ങളും വരുന്നുണ്ട്, പല ഇടപാടുകളും വരുന്നുണ്ട്. അതൊക്കെ ഹറാമാണോ? ഹറാമാണെങ്കിൽ ഉപ്പ നരകത്ത് പോകും. അപ്പൊ അത് ഉപ്പ നരകത്ത് പോകാണ്ടിരിക്കാൻ ഞാൻ എന്ത് ചെയ്യണം, അത് ഹറാമാണെന്നോ ഉപ്പാക്ക് പഠിക്കാൻ കഴിയില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, അത് പഠിച്ചിട്ട് ഞാനത് ഉപ്പാക്ക് പറഞ്ഞു കൊടുക്കും. ഉപ്പ ഇന്ന വിഷയങ്ങൾ ഇതിൽ ഹറാം വരുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഒഴിവാക്കണം എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ഉപ്പ അത് ഒഴിവാക്കും. ഉപ്പ എന്താ, ഉപ്പാനെ തടി നരകത്തുനിന്ന് സലാമത്താവും. ഉറപ്പെന്ന് പറഞ്ഞാൽ നമുക്ക് 100% ഉറപ്പ്. അങ്ങനല്ല, നമ്മൾക്ക് വാജിബായിട്ടുള്ള കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ നമ്മൾക്ക് എന്തൊക്കെ വാജിബുകൾ നമ്മുടെ ബാധകമായിട്ടുള്ളത് നമുക്ക് അറിയണം. നിങ്ങൾക്ക് എന്തൊക്കെ വാജിബുകളുണ്ട്. നിങ്ങളൊരു അയൽക്കാരനായിരിക്കും, ഒരു ഭർത്താവായിരിക്കും, ഒരു കുട്ടിയുടെ വാപ്പയായിരിക്കും, അതുപോലെ തന്നെ ഒരു നാട്ടുകാരനായിരിക്കും. ഈ നിലയ്ക്കൊക്കെ നിങ്ങൾക്ക് പല നിർബന്ധമായിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. ഇതൊക്കെ എന്തൊക്കെയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളത് പാലിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നരകത്തിന് എന്ത് ചെയ്യും, ഇൻഷാ അല്ലാഹ് അള്ളാഹു നിങ്ങളെ നരകത്തിന് രക്ഷിക്കും, സലാമത്താക്കും. മനസ്സിലായോ? അപ്പൊ ആ ഒരു അറിവ് നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ, പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പിന്നെ നിങ്ങളുടെ ഭാര്യയ്ക്ക് വേണ്ട അറിവുകൾ നിങ്ങൾ പഠിക്കണം. ഭാര്യയുടെ വിഷയത്തിൽ എന്തൊക്കെ വിഷയങ്ങൾ വരുന്നത്, ഹൈദുൻ നിഫാസുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ വരും. അതുപോലെ തന്നെ മറ്റു പല സ്ത്രീകളെ ബന്ധപ്പെട്ട പല വിഷയങ്ങൾ, ആഭരണങ്ങളെ ബന്ധപ്പെട്ടതും, അതുപോലെ തന്നെ സ്ത്രീകളുടെ വസ്ത്രധാരണം, അങ്ങനെ പല വിഷയങ്ങൾ എന്ത് വരും. അപ്പൊ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, നമ്മളത് പഠിക്കും. അവർക്ക് പഠിക്കാൻ സാധിക്കില്ല, അവർക്ക് വേണ്ടി എന്ത് ചെയ്യും, നമ്മൾ പഠിക്കും. ഇങ്ങനെ പഠിച്ചു നമ്മൾ എന്ത് ചെയ്യും, ആദ്യം കുടുംബത്തിന്റെ വിഷയം പഠിക്കും, പിന്നെ എന്താ പറയാ അയൽക്കാരുടെ വിഷയം, പിന്നെ നാട്ടുകാരുടെ, അങ്ങനെ മൊത്തത്തിൽ നമ്മൾ അങ്ങനെ കവർ ചെയ്യുമ്പോഴാണ് നമ്മൾ കുറെ അറിവുള്ളവരാവുക. അപ്പൊ ഇതിനൊക്കെ നമ്മൾ പ്രേരിപ്പിക്കേണ്ട കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇഖ്ലാസാണ്.
നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് മാത്രമാണ് ആളുകൾ നരകത്തെ രക്ഷിക്കുക എന്നുള്ളത് മാത്രം. വേറൊരു ലക്ഷ്യം നമുക്ക് ഉണ്ടാകാൻ പാടില്ല. വേറൊരു ലക്ഷ്യവും നമുക്ക് ഉണ്ടാകാൻ പാടില്ല. അപ്പൊ അവരെ നരകത്തെ രക്ഷിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അവർ ഇപ്പോ നിലനിൽക്കുന്ന ഹറാമുകൾ അവർ വിട്ടു നിൽക്കണം, മാറി നിൽക്കണം. അവർ ചെയ്യാത്ത വാജിബുകൾ അവരെന്തെങ്കിലും ചെയ്യാൻ ആരംഭിക്കണം. എപ്പോഴേ എന്ത് ചെയ്യുള്ളൂ? അവർ നരകത്തിന് രക്ഷപ്പെട്ടവരാവുള്ളൂ. അപ്പോൾ ഓരോരുത്തരും, നിങ്ങൾ ഓരോരുത്തരും പല മേഖലയിലുള്ള ആളുകളായിരിക്കും. ചിലർ സാമ്പത്തികമായിട്ട് വളരെ പ്രയാസത്തിലുള്ള ആളുകളുണ്ടാവും. അവർക്ക് എന്ത് പഠിക്കേണ്ട ആവശ്യമില്ല. സക്കാത്തിനെ സംബന്ധിച്ചോ സക്കാത്തിന്റെ നിസാബിനെ സംബന്ധിച്ചോ ഒന്നും പഠിക്കേണ്ട നിർബന്ധം അവർക്ക് വരുന്നില്ല. അതേസമയം അങ്ങേയറ്റം സമ്പത്തുള്ള ആളുകളാണെങ്കിലോ അവർക്ക് സക്കാത്ത് എപ്പോഴാണ് നിർബന്ധമാവുക, അത് ഓരോന്നിനും എത്ര അളവാണ്, അത് എപ്പോഴാണ് കൊടുക്കേണ്ടത്, ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ അവർക്ക് പഠിക്കൽ നിർബന്ധം. മനസ്സിലായോ? അപ്പോൾ ഓരോ വ്യക്തികളെ സംബന്ധിച്ചും അവരെ ചുറ്റിപ്പറ്റിയിട്ട് ഒരുപാട് വിഷയങ്ങൾ വ്യത്യാസപ്പെട്ട് കിടക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഓരോരുത്തരും നമ്മളിലേക്ക് നോക്കുക. നമ്മളുമായി ബന്ധപ്പെട്ട ജീവിതത്തിലെ ഓരോ വിഷയങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ വാജിബുകളാണ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ വരുന്നത്, എന്തൊക്കെ ഹറാമുകളാണ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ കടന്നു വരുന്നത്, അതിനെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുക. എന്നിട്ട് വാജിബുകളൊക്കെ കൃത്യമാക്കുക, ഹറാമുകളെന്നൊക്കെ വിട്ടു നിൽക്കുക. അപ്പൊ നമ്മുടെ തടി എന്തായി? ഇൻഷാ അല്ലാഹ് സേഫായി. പിന്നെ നമ്മൾ തൊട്ടടുത്തുള്ള ആളുകൾ, ഭാര്യ, അതുപോലെ തന്നെ മാതാപിതാക്കള്, മക്കള്, അയൽക്കാര്, കുടുംബക്കാർ, ഇങ്ങനെ അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? നോക്കി അങ്ങനെ പഠിച്ച് അന്വേഷിച്ച് ചോദിച്ചിട്ടാണ് പഠിച്ചും വായിച്ചിട്ടൊക്കെ എന്ത് ചെയ്യുക? നമ്മൾ അറിവുള്ളവരായി തീരാം. അങ്ങനെയാണ് നമ്മൾ അറിവുള്ളവരായി തീരാം. അപ്പൊ ഈ പറഞ്ഞ ഈ സ്റ്റെപ്പുകളൊക്കെ അതിന് എല്ലാത്തിനും അടിസ്ഥാനം എന്താ? ഇഖ്ലാസാണ്. എന്നുവെച്ചാൽ ആളുകളെ അവരുടെ തടി എന്ത് ചെയ്യുക? നരകത്തിന് സലാമത്താക്കുക എന്നുള്ളതാണ്. അത് ആ ഒരു ബോധം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഇൽമ് ലഭിക്കും. ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഇൽമ് കരസ്ഥമാക്കാൻ സാധിക്കും. പിന്നെ മൂന്നാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത്, എഴുതുന്നില്ലേ? മൂന്നാമത്തെ കാര്യം, ഏറ്റവും ഉയർന്ന ലക്ഷ്യബോധം ഉണ്ടായിരിക്കും. ഏറ്റവും ഉയർന്ന ലക്ഷ്യബോധം ഉണ്ടായിരിക്കുക. ഉയർന്ന ലക്ഷ്യബോധം ഉണ്ടായിരിക്കുക. ഉയർന്ന ലക്ഷ്യബോധം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും എന്തെങ്കിലൊക്കെ എന്താ പറയാ, കുറച്ച് വല്ലപ്പോഴൊരു ആഴ്ചയിൽ ഒരു ക്ലാസ്സിനൊക്കെ പോകുന്നുണ്ട്, അതൊക്കെ തന്നെ മതി. നമ്മളിപ്പോ എന്താ പറയാ, പുന്നേരത്ത് ഗ്രാൻഡ് ടവറിൽ ആഴ്ചയിൽ ഒരു ക്ലാസ് ഒക്കെ ഉണ്ട്, നമ്മൾ പോകുന്നു, എല്ലാ ആഴ്ചയും കൃത്യമായിട്ട് പോകുന്നുണ്ട്, അതൊക്കെ തന്നെ നമ്മൾക്ക് അപ്പൊ തന്നെ ഒരുപാടൊക്കെ അറിവായി എന്നൊരു തോന്നൽ ഒരിക്കലും ഉണ്ടാവരുത്. മറിച്ച് നമ്മുടെ ലക്ഷ്യബോധം വളരെ വലുതായി, നമ്മൾ ദുനിയാവിന്റെ കാര്യങ്ങൾ ഏറ്റവും താഴേക്ക് നോക്കുന്ന പോലെ ആഖിറത്തിന്റെ വിഷയങ്ങൾ ഏറ്റവും എന്ത് ചെയ്യണം? മുകളിലേക്ക് നോക്കാൻ സാധിക്കും. ഏറ്റവും കൂടുതൽ അറിവുള്ള ആളാവാൻ എങ്ങനെ എനിക്ക് സാധിക്കും? അതൊരിക്കലും ഒരു മത്സരത്തിന് വേണ്ടിയിട്ടൊന്നുമല്ല, ആരെയും തോൽപ്പിക്കാനൊന്നിനും വേണ്ടിയിട്ടല്ല. മറിച്ച് ആഖിറത്തിൽ നമുക്ക് ഒന്നാമതെത്താൻ, പരലോകത്ത് നമ്മൾക്ക് ഏറ്റവും മുൻപന്തിയിലെത്താൻ ആ ഒരു രൂപത്തിൽ മത്സരിക്കുക എന്നത് തെറ്റൊന്നുമല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താ പറഞ്ഞിട്ടുള്ളത്? അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ആഖിറത്തിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞു? വഫീ ദാലിക ഫല്യതനാഫസിൽ മുതനാഫിസൂൻ. അതിനാണ് എന്ത് ചെയ്യേണ്ടത്? ദുനിയാവിന്റെ വിഷയത്തിലല്ല, ആഖിറത്തിൽ അതിന്റെ കാര്യത്തിൽ മത്സരിക്കുന്നവരെന്ത് ചെയ്യട്ടെ? പരസ്പരം മത്സരിച്ചു കൊള്ളട്ടെ എന്ന് അള്ളാഹു പറയാം. അപ്പൊ ആഖിറത്തിന് വേണ്ടി മത്സരിക്കുന്നതിന്റെ ഭാഗമാണെന്ത്? ഏറ്റവും കൂടുതൽ ഇൽമ് കരസ്ഥമാക്കാനുള്ള, എന്നുവെച്ചാൽ നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഇൽമുള്ളത് എനിക്കായിരിക്കണം എന്നുള്ള നിർബന്ധ ബുദ്ധി നമുക്ക് ഓരോരുത്തർക്കുമാണ്. ശ്രദ്ധിക്കണേ, ഇവിടെ ഈ ഭാഗത്ത്, ഈ പുതുനഗരം, കൊടുവായൂര്, നെന്മാറ, ഈ തത്തമംഗലം, ഈ ഭാഗത്ത് ഏറ്റവും കൂടുതൽ ഇൽമുള്ളത് എനിക്കായിരിക്കണം എന്നുള്ള നിർബന്ധ ബുദ്ധി നമുക്ക് ഓരോരുത്തർക്കും വേണം. അവര് ഉസ്താദുണ്ടല്ലോ, അവര് നല്ലോണം പഠിച്ചോട്ടെ, ഞാൻ എപ്പോഴും അങ്ങനെ ഉസ്താദിനോട് ചോദിക്കുന്നൊരവസ്ഥയിൽ എങ്ങനെ പോയിക്കോളാം എന്നൊരു ചിന്ത പാടില്ല.
മറിച്ച് ദുനിയാവിന്റെ എന്തെങ്കിലും ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടിട്ട് മറിച്ച് ആഖിറത്തിൽ എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കണം, അദ്ദേഹത്തെക്കാൾ വലിയ ദർജയിലേക്ക് എത്തണം, പദവിയിലേക്ക് എനിക്ക് എത്താം. അതുകൊണ്ട് അതിനെന്ത് വേണം, അദ്ദേഹത്തെക്കാൾ കൂടുതൽ ഇൽമു വേണം. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാം, എനിക്ക് കൂടുതൽ പദവിയിൽ എത്തണമെങ്കിൽ കൂടുതൽ ഇൽമു വേണമെന്നുള്ളത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യണം, കൂടുതൽ അറിവ് കരസ്ഥമാക്കാൻ ആഗ്രഹിക്കണം. ആ ആഗ്രഹം വേണം. ആഗ്രഹം അതിന് ലക്ഷ്യബോധം എന്ന് പറയാം. ആ വലിയ നമ്മുടെ ആഗ്രഹം വലുതായിരിക്കണം. ആഗ്രഹം വലുതായിരിക്കണം. ദുനിയാവിൽ നമുക്ക് കുഴപ്പമില്ല, എന്തെങ്കിലും കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്തു, നമുക്ക് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോയിക്കോളും. കാരണം ദുനിയാവാണ്, എല്ലാ കാലം ജീവിക്കാനുള്ളതല്ല. നമ്മൾ എന്ത് കിട്ടിയാലും നമ്മൾ ന്യൂസിലാൻഡ് കണ്ടിട്ടില്ലേ, 2-3 ഹിലാല് അടുപ്പിച്ചു വരുമ്പോഴും എന്ത് ചെയ്തിട്ടില്ല, വീട്ടില് അടുപ്പ് ഒരിക്കൽ പോലും പുകഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ എന്താ പറയാ, ഉപയോഗിച്ച് പഴകിയ ഈത്തപ്പനയുടെ പായിലൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ന്യൂസിലാൻഡ് കിടന്നുറങ്ങുന്നത്. കഴിക്കുന്നതാകട്ടെ ആകെന്താ, കാരക്കയും വെള്ളവും ഒക്കെ. അപ്പൊ ദുനിയാവിൽ നമുക്ക് എന്തല്ല, ഒന്നും വിഷയമല്ല, അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ തട്ടിമുട്ടി എന്ത് ചെയ്തു നമ്മൾ പോകും. പക്ഷെ ആഖിറത്തിൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ് തന്നെ വേണം, ഏറ്റവും ഫസ്റ്റ് ക്വാളിറ്റി, ഏറ്റവും മുകളിലായിരിക്കണം നമ്മൾ. അതിന് നമ്മൾ എന്ത് വേണം, വെറുതെ ആഗ്രഹം കൊണ്ട് മാത്രമല്ല, അതിന് നമ്മൾ ആ ക്വാളിറ്റിയിലേക്ക് എത്തണം. നമ്മൾ ആ ക്വാളിറ്റിയിലേക്ക് എത്തണം. അപ്പൊ അത് നമ്മൾ ഇത് നിങ്ങൾ വെറുതെ പറഞ്ഞ് കൊതിപ്പിക്കുകയല്ല. നിങ്ങൾക്കൊക്കെ എത്താൻ പറ്റുന്നൊരു അവസ്ഥയാണെന്ത്, സ്വർഗത്തിൽ ഏറ്റവും വലിയ പദവി എന്നുള്ളത് ഏതെങ്കിലും നബിമാർക്കും ശുഹദാക്കൾക്കും വേണ്ടി മാത്രമുള്ളതല്ല. പരിശ്രമിച്ചാൽ നമ്മൾക്കും സാധിക്കും. പരിശ്രമിച്ചാൽ നമ്മൾക്കും സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താ, ഇദാ സഅൽതുമുല്ലാഹ ഫസ്അലൂഹുൽ ഫിർദൗസ്. നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുകയാണെങ്കിൽ എന്ത് ചോദിക്കാനാണ് പറഞ്ഞത്? സ്വർഗത്തിന്റെ ഏറ്റവും താഴെ ഒരു മൂലയ്ക്കൊരു ഭാഗമാണ് ചോദിക്കാൻ പറഞ്ഞത്, ആണോ? അല്ല, ഫിർദൗസ് ചോദിക്കാനാണ് പറഞ്ഞത്. ഫിർദൗസ് എവിടെയാ? സ്വർഗത്തിന്റെ ഏറ്റവും മുകളിൽ, ഏറ്റവും നടുവിൽ. അത് ചോദിക്കാനാണ് പറഞ്ഞത്. എന്ത് ചോദിച്ചിട്ട് തരാതിരിക്കാനല്ലല്ലോ, നമുക്ക് കിട്ടുന്നുള്ളത് കൊണ്ട് തന്നെയാണ് എന്ത് ചെയ്തത്, ചോദിക്കാൻ പറഞ്ഞത്. പക്ഷെ അതിനനുസരിച്ചിട്ടുള്ള ലക്ഷ്യബോധവും സത്യസന്ധമായ പരിശ്രമമൊക്കെ നമ്മുടെ ഭാഗത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കും. ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കും. അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ഹദീസ് എഴുതി വെക്കാം ഈ മൂന്നാമത്തെ വിഷയത്തിൽ. ഈ വിഷയത്തിൽ നമ്മൾ കാണാതെ പഠിച്ചിരിക്കേണ്ട ഒരു ഹദീസ്, അത് എഴുതി വെച്ചോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇഹ്രിസ് അലാ മാ യൻഫഉക. അറബി അറിയാത്തവരുണ്ടോ? ഇഹ്രിസ് അലാ മാ യൻഫഉക. മലയാളം പറയാം. നിനക്ക് ഉപകാരപ്രദമായതിൽ നീ ആവേശം കാണിക്കുക. നിനക്ക് ഉപകാരപ്രദമായതിൽ നീ ആവേശം കാണിക്കുക. നമുക്ക് എത്രത്തോളം ഒരു കാര്യം ഉപകാരപ്പെടുന്നു നമുക്കറിയോ, അത്രത്തോളം നമ്മൾ എന്ത് ചെയ്യുക, അതിൽ ആവേശം കാണിക്കുക. അപ്പൊ ഉപകാരപ്പെടാത്തതിൽ നമ്മൾ എന്ത് ചെയ്യണം, വെറുതെ കുറെ സമയവും അധ്വാനം മെനക്കെടുത്തണ്ട. നമുക്ക് നല്ലോണം ഉപകാരപ്പെടുന്ന, നമ്മുടെ നരകത്തിൽ തടി സലാമത്താക്കുന്ന, സ്വർഗത്തിൽ വലിയ പദവികൾ നേടിത്തരുന്ന, അത് നമുക്ക് ഉപകാരപ്രദമാണ്, നമുക്ക് ഉറപ്പുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, അതിൽ നമ്മൾ പരിശ്രമിക്കുക, ആവേശം കാണിക്കുക. അതിൽ സമയവും അധ്വാനമൊക്കെ അതിൽ മെനക്കെടുത്തുക. പിന്നെയോ രണ്ടാമത് പറയുന്നത് വസ്തഈൻ ബില്ലാഹ്. നീ അള്ളാഹുവിനോട് സഹായം ചോദിച്ചുകൊണ്ടേയിരിക്കുക. ഹദീസിന്റെ ബാക്കിയാണേ. അള്ളാഹുവിനോട് നീ സഹായം ചോദിച്ചുകൊണ്ടേയിരിക്കുക. അള്ളാഹുവിനോട് നീ സഹായം ചോദിച്ചുകൊണ്ടേയിരിക്കുക. നമ്മുടെ സ്വയം പരിശ്രമം കൊണ്ട് നമുക്ക് എവിടെ എത്തിപ്പെടാൻ സാധിക്കൂല. അള്ളാഹുവിന്റെ സഹായം നമുക്ക് അത്യാവശ്യം. അപ്പൊ എപ്പോഴും നമ്മൾ പരിശ്രമിക്കുമ്പോഴും എന്ത് ചെയ്യുക, റബ്ബിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുക, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ എന്നെല്ലാ സുബഹി നിസ്കാര ശേഷവും പ്രാർത്ഥിക്കാറുണ്ട്. പ്രാർത്ഥന മാത്രമല്ല, അതിനു മുമ്പ് എന്ത് പരിശ്രമമുണ്ട്, അതിനു മുമ്പ് പരിശ്രമവും ഉണ്ട്. പരിശ്രമിക്കണം, അതിൻ്റെ ഒപ്പം എന്ത് വേണം, എന്തും വേണം, പ്രാർത്ഥനയും വേണം. പരിശ്രമം വേണം, അതിൻ്റെ ഒപ്പം പ്രാർത്ഥനയും വേണം. മൂന്നാമതൊരു കാര്യം കൂടെ ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹദീസിന്റെ ബാക്കി, വലാ തഅജിസ്. നീ അശക്തനാവരുത്.
നീ അശക്തനാവരുത്. അശക്തനാവുക പറഞ്ഞാൽ എനിക്കൊന്നും ഇപ്പോൾ പണ്ഡിതനൊന്നും ആവാൻ പറ്റൂല, ഞാനിപ്പോൾ ഇത്രയും വയസ്സായി, എനിക്ക് അതുണ്ട്, ഈ തിരക്കുണ്ട്, എനിക്കിങ്ങനെയുണ്ട്, എനിക്ക് അത്ര പെട്ടെന്ന് ഹിഫ്ളാക്കാൻ മനപ്പാടാക്കാൻ കഴിയാത്ത ആളാണ്, ഞാൻ സ്കൂളിലൊക്കെ ഇത്ര വിഷയം തോറ്റാണ്. ഇതൊന്നും നമുക്കൊരു തടസ്സമാവാനേ പാടില്ല. നമ്മളെ കൊണ്ട് പറ്റും. കാരണം എന്താ? നമ്മുടെ കൂടെ നമ്മുടെ റബ്ബുണ്ട്. നമുക്ക് ഒറ്റയ്ക്കൊന്നും സാധിക്കൂല, പക്ഷെ എല്ലാം സാധിക്കുന്ന റബ്ബ് നമ്മുടെ കൂടെ ഉണ്ടാവുമ്പോൾ നമ്മൾ എന്തിനു പേടിക്കുന്നു? നമ്മൾ നിരാശനാവേണ്ട ഒരു കാര്യമില്ല, നമ്മളെ കൊണ്ട് സാധിക്കും. നമുക്ക് ഒരുപാട് എന്താ പറയാ, മാനസികമായിട്ട് ഒരുപാട് പിരിമുറുക്കങ്ങൾ ഉണ്ടാകാം, അതുപോലെ തന്നെ കുടുംബപരമായ ഒരുപാട് മോശം സാഹചര്യങ്ങൾ ഉണ്ടാവാം, അതുപോലെ തന്നെ ബുദ്ധിപരമായി വലിയ ബുദ്ധിശക്തിയൊന്നും ഇല്ലാത്തൊരവസ്ഥയായിരിക്കാം, സാമ്പത്തികമായ ഒരുപാട് ഞെരുക്കങ്ങൾ ഉണ്ടാകാം. ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മൾക്ക് സാധിക്കും, റബ്ബ് സഹായിച്ചാൽ. ആ ഒരു ഉറപ്പ് നമുക്ക് വേണം, ആ ഒരു ഉറപ്പ് നമുക്ക് വേണം. നമ്മുടെ ആത്മാർത്ഥത നമ്മൾ ആരെയും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യം, അത് റബ്ബിനറിയാം. നമ്മുടെ ആത്മാർത്ഥത റബ്ബിന് കൃത്യമായിട്ട് അറിയാം, നമ്മുടെ സത്യസന്ധത റബ്ബിനറിയാം. നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മാക്സിമം, നമ്മൾക്ക് പറ്റുന്നതിൻ്റെ പരമാവധി നമ്മൾ എന്ത് ചെയ്യുക? പരിശ്രമിക്കുക. റബ്ബിനോട് പരമാവധി എപ്പോഴും ദുആ ചെയ്തുകൊണ്ടേയിരിക്കുക. റബ്ബ് നമ്മൾ സഹായിക്കും. ചിലപ്പോൾ സഹായിക്കും, ചിലപ്പോൾ കുറച്ച് നീട്ടിവെക്കും, പെട്ടെന്ന് ചിലപ്പോൾ സഹായിച്ചൊന്നും ഇല്ല. എന്തിനു വേണ്ടിയിട്ടാണ്? റബ്ബിന് സഹായിക്കാൻ കഴിയാനിട്ടല്ല, ഒരു പരീക്ഷണമായിക്കൊണ്ട്. ഇവനൊരു സത്യസന്ധമായിട്ട് തന്നെയാണോ ആലിമാവൻ ഇറങ്ങി തിരിച്ചത്, അതോ വെറുതെ എന്തെങ്കിലും പ്രയാസം വന്ന് മടങ്ങിപ്പോകുന്നവനാണോ എന്ന് പരീക്ഷിച്ചറിയാൻ വേണ്ടി എന്ത് ചെയ്യും? ചിലപ്പോൾ തുടക്കത്തിൽ ചെറിയൊരു ബുദ്ധിമുട്ട് റബ്ബ് നിശ്ചയിക്കും. ആ ബുദ്ധിമുട്ടിൽ മടങ്ങിപ്പോകുന്നവർക്ക് റബ്ബിന് സഹായം കിട്ടൂല. അതേസമയം ആ ബുദ്ധിമുട്ടിൽ ഉറച്ചു നിൽക്കുന്ന ഒരാൾ ഒരു കയറ്റം കയറി പിന്നെ ഇറങ്ങുന്ന പോലെയാണ്. ഇത് ഈ വലിയൊരു മല കയറി അറ്റത്തെത്താനേ പ്രയാസമുള്ളൂ, പിന്നെ ഇറങ്ങാൻ വല്ല സിമ്പിളാണ്. അതുപോലെ അറ്റത്തെത്തുന്നവരെന്ത് ചെയ്യുക? ഒന്ന് പിടിച്ചു നിൽക്കുക, ദുആ ചെയ്തുകൊണ്ടേ അതിൽ തന്നെ ഉറച്ചു നിൽക്കുക. എനിക്ക് പറ്റൂല നിങ്ങൾ വിചാരിക്കേണ്ടത്, എല്ലാവർക്കും പറ്റും, നമുക്കെല്ലാവർക്കും പറ്റും. ഒരു പണ്ഡിതനും ഉമ്മാന്റെ വയറ്റുന്ന കിതാബ് വായിട്ടില്ല, കിതാബ് ഓതി പഠിച്ചിട്ടില്ല ഇറങ്ങി വരുന്നത്. അങ്ങനെ ഏതെങ്കിലും പണ്ഡിതന്മാർ ഇറങ്ങി വരുന്നത് കണ്ടിട്ടുണ്ടോ? എല്ലാ പണ്ഡിതന്മാരും എത്ര വലിയ ആലിമ്യങ്ങളാണ് നമ്മൾ കരുതുന്ന ആളുകളാണെങ്കിലും അവരൊക്കെയും ഉമ്മാന്റെ വയറ്റിൽ ഇറങ്ങുമ്പോൾ ഒന്നും അറിയാണ്ട് വരും. വല്ലാഹു അഖ്റജക്കും മിൻ ബുത്തൂനി ഉമ്മഹാത്തിക്കും ലാ തഅലമൂന ശൈഅ. അള്ളാഹു നിങ്ങളുടെ ഉമ്മമാരുടെ വയറ്റിൽ നിങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരുന്ന സമയത്ത് നിങ്ങൾ എങ്ങനെയുള്ളവരായിരുന്നു? ലാ തഅലമൂന ശൈഅ, നിങ്ങൾക്കൊന്നും അറിയില്ല, ഒന്നും അറിയില്ല. ഈ കണ്ട പണ്ഡിതന്മാരൊക്കെ പണ്ഡിതന്മാരായത് അതൊക്കെ അള്ളാഹുവിന്റെ സഹായവും അതുപോലെ തന്നെ അവരുടെ പരിശ്രമവും കൊണ്ടാണ്. സ്വഹാബത്ത്, ഇപ്പൊ നിങ്ങളിൽ പലരും വിചാരിക്കുക എനിക്ക് ഇത്ര വയസ്സായി ഇനിയിപ്പോൾ ഞാൻ അതിനെ പണ്ഡിതനാവുക എന്ന് വിചാരിക്കുന്നത് അത് തെറ്റാണ്. സ്വഹാബത്തിൽ പലരും പഠിച്ചു തുടങ്ങിയത് തന്നെ വയസ്സായതിനു ശേഷം. സ്വഹാബത്തിൽ ഏറ്റവും അറിവുള്ള പണ്ഡിതനാണ് ആരാ? അബൂബക്കർ റളിയല്ലാഹു അൻഹു. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കും അദ്ദേഹത്തിന് എത്ര വയസ്സുണ്ട്? 38 വയസ്സുണ്ട്. നിങ്ങളിൽ പലരും മിക്ക ആളും 38 താഴെയാണ്. ഇപ്പോഴും നിങ്ങൾ വിചാരിക്കുന്നത് എനിക്ക് ഇത്രയും വയസ്സായി ഞാനിപ്പോൾ എങ്ങനെ പഠിക്കാതെ, അത് തെറ്റാണ്. പ്രായം ഒരു തടസ്സമല്ല, പ്രായം തടസ്സമല്ല. ഇനിയിപ്പോൾ നിങ്ങളുടെ ദാരിദ്ര്യവും ബുദ്ധിമുട്ടുകളാണെങ്കിൽ അതും തടസ്സമല്ല. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹം അങ്ങേയറ്റം പരമദരിദ്രനായി. പരമദരിദ്രൻ എന്ന് പറഞ്ഞാൽ പലപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് ദീൻ പഠിക്കാൻ വരുന്ന സന്ദർഭത്തിൽ കുറേ ദിവസമായി ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവും. ഭക്ഷണം കഴിച്ചിട്ട് കുറേ ദിവസമായിട്ടുണ്ടാവും. അപ്പോൾ ഈ നടന്നു വരുന്ന സമയത്ത് എന്ത് ചെയ്യും? ഭക്ഷണം കഴിക്കാത്തത് കാരണത്താൽ ബോധം കെട്ട് വീഴും മദീനയുടെ തെരുവോരങ്ങളിൽ. അപ്പൊ ഈ ബോധം കെട്ട് കിടക്കുമ്പോൾ കുട്ടികൾ എന്ത് ചെയ്യും? ഇതൊരു ഭ്രാന്തൻ വഴിയിലേക്ക് ഇങ്ങനെ കിടക്കൂല, അതുപോലെ കിടക്കാന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യും? കുട്ടികൾ മേലെ കയറി കുതിര കളിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ അതെന്തല്ല, ഭ്രാന്തല്ല, വിശപ്പ് മാത്രം. അത്രയൊക്കെ പ്രയാസമുള്ള ആരെങ്കിലും ഉണ്ടോ നിങ്ങളുടെ കൂട്ടത്തില്? ഇല്ലല്ലോ.
അപ്പോ എന്തല്ല ആ പ്രയാസങ്ങളും പട്ടിണികളും എന്തല്ല അതും ദീൻ പഠിക്കാനുള്ള തടസ്സമല്ല. ഈ അശക്തനാവാത്തിടത്തോളം അത് നിങ്ങൾക്കൊരു തടസ്സമല്ല. അശക്തനാവുമ്പോഴാണ് പ്രശ്നം. എന്നെക്കൊണ്ട് ഇത് പറ്റൂല വിചാരിക്കുമ്പോഴാണ് പ്രശ്നം. അതുവരെയും നിങ്ങൾ റബ്ബിന്റെ സഹായം ഇപ്പോൾ കിട്ടും നാളെ കിട്ടും എന്നുള്ള അവസ്ഥയിലാണ്. അശക്തനായി പിന്മാറിയാലോ ആ സഹായം പോയി. അശക്തനാവരുത്. അശക്തനാവാതെ എന്ത് ചെയ്യുക, മുന്നോട്ട് പോവാം. എങ്ങനെ ആ ഇസ്ലാം പിന്നെ നാലാമത്തെ കാര്യം കയറിയിരുന്നോളി. സമയം ഒരുപാടായതുകൊണ്ട് ഇൻഷാ അല്ലാഹ് വളരെ വേഗത്തിൽ പറയാം. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം 3 പറഞ്ഞു. ഞാൻ 1-2 പോയിന്റുകൾ വിടുകയാണ്, പ്രധാനപ്പെട്ടത് മാത്രം പറയാം. ഏറ്റവും പ്രാധാന്യമുള്ളത് ഏറ്റവും ആദ്യം, അതിന് അഹമ്മു ഫൽ മുഹിം എന്ന് അറബിയിൽ പറയാം. ഏറ്റവും പ്രാധാന്യമുള്ളത് ഏറ്റവും ആദ്യം, പിന്നെ പ്രാധാന്യമുള്ളത് പിന്നെ. ഏറ്റവും പ്രാധാന്യമുള്ളത് ഏറ്റവും ആദ്യം, പിന്നെ പ്രാധാന്യമുള്ളത് പിന്നെ. എന്നുവെച്ചാൽ നമുക്ക് ദീൻ പഠനത്തിൽ നമുക്കറിയാം, ശർഈയായ ഇൽമ് എന്നുള്ളത് ഒരുപാട് വിഷയങ്ങളുണ്ടാവും. അതിൽ നമ്മളിപ്പോൾ ഖുർആൻ ഓതുന്ന ശരിയായ രൂപത്തിൽ ഖുർആൻ എങ്ങനെ ഓതാം, അതിന് തജ്വീദ് പഠിക്കാന്ന് പറയാം. അതൊരു അറിവാണ്. തജ്വീദ് പഠിക്കുക എന്നുള്ളത് ഒരു വിഷയം. അതുപോലെ തന്നെ ഈ വായിക്കുന്നത് ശരിയായ അർത്ഥത്തോടുകൂടെ എങ്ങനെ മനസ്സിലാക്കുക, അതിന് അറബി ഭാഷ പഠിക്കണം. നഹ്വ് എന്നാണ് പറയാം, നഹ്വും സർഫും, അതൊരു വിഷയം. അതുപോലെ തന്നെ അതിൽ ഉള്ളിലടങ്ങിയിട്ടുള്ള എന്താ പറയാ, നമുക്ക് ഒരുപാട് ഗുണപാഠങ്ങളും ഉപകാരങ്ങളൊക്കെ അതിൽ നമുക്ക് എങ്ങനെ മനസ്സിലാക്കിയെടുക്കാം, അതിനെ സംബന്ധിച്ച് പഠിക്കുന്ന വിഷയമാണ് ഉസൂൽ ഫിഖ്. അങ്ങനെ കുറേ വിഷയങ്ങളുണ്ട് ദീനുൽ ഇസ്ലാമിൽ, ഒരുപാട് വിഷയങ്ങൾ. ഇനിയിപ്പോൾ ഹദീസിലേക്ക് പോവുകയാണെങ്കിൽ ഹദീസ് സ്വഹീഹാണോ ദഈഫാണോ നോക്കണമെങ്കിലാണ് അതിന് ഉസൂൽ ഹദീസ് പഠിക്കും. അത് കുറേ വിഷയങ്ങൾ ദീനുൽ ഇസ്ലാമിൽ പഠിക്കാനുണ്ട്. ഇതിൽ ഏറ്റവും ആദ്യം നമ്മൾ ഏത് വിഷയം പഠിക്കുക, അതാണ് ഈ പറഞ്ഞത്. ഏറ്റവും പ്രാധാന്യമുള്ളത് എന്ത് ചെയ്യുക, ഏറ്റവും ആദ്യം പഠിക്കുക. പിന്നീട് പ്രാധാന്യം വരുന്ന പിന്നീട് പഠിക്കുക. പ്രാധാന്യത്തിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുക, നമുക്ക് തോന്നിയതല്ല പഠിക്കേണ്ടത്. ശ്രദ്ധിക്കണേ, നമുക്ക് പഠിക്കാൻ ഇഷ്ടമുള്ള താല്പര്യമുള്ള വിഷയങ്ങളല്ല പഠിക്കേണ്ടത്. അങ്ങനെ പഠിക്കുന്ന ഒരാൾക്ക് അത് അയാളുടെ ഇഖ്ലാസിന്റെ കുറവിനെ അറിയിക്കുന്നു. അയാളുടെ ഇഖ്ലാസിന്റെ കുറവിനെയാണ് അറിയിക്കുന്നത്. ശരിക്കും ഇഖ്ലാസുള്ള ഒരാൾ ഈ ഏറ്റവും പ്രാധാന്യമുള്ളതിന് എന്ത് ചെയ്യും, ഏറ്റവും ആദ്യം പഠിക്കും. പിന്നെ പ്രാധാന്യമുള്ളത് എന്ത് ചെയ്യും, പിന്നീട് പഠിക്കും. ഇപ്പൊ നമ്മുടെ പല എന്താ പറയാ പള്ളി ദർസുകളിലൊക്കെ പഠിക്കുന്ന പല കുട്ടികളെയും നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അവർക്ക് പല വിഷയങ്ങൾ അറിയാം. ദീനിൽ തീരെ കടന്നു വരാത്ത മൻതക്ക് പോലെ ഏതൊക്കെയോ ഗോളശാസ്ത്രമോ പല വിഷയങ്ങളും അവർക്കറിയാം. പക്ഷെ അവർക്ക് അഖീദ വിശ്വാസപരം എന്തെങ്കിലും കാര്യങ്ങൾ ചോദിച്ചു നോക്ക്, കാര്യമേ വലിയ പിടുത്തമൊന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ ആ വിഷയത്തിൽ ഖുർആന്റെ തെളിവെന്താന്ന് ചോദിച്ചു നോക്ക്,
നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാവാൻ പാടില്ല. ദീൻ പഠിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും ആദ്യം പഠിക്കേണ്ട ഏറ്റവും പ്രാധാന്യമുള്ളത് എന്താ? വിശ്വാസ കാര്യങ്ങളാണ്, ഈമാൻ കാര്യങ്ങളാണ്. വെച്ചാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ദീനുൽ ഇസ്ലാമിൽ അതിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിരുന്ന എങ്ങനെയാണ് ദീനിനെ? കൈഫ ദറബല്ലാഹു മസലൻ കലിമത്തൻ ത്വയ്യിബത്തൻ കശജറത്തിൻ, നല്ലൊരു മരം പോലെ. മരത്തിന് മേലെ ചില്ലകളുണ്ട്, നല്ല തടിയുണ്ട്, അതിന് താഴെ വേരുകളുണ്ട്. ഇതുപോലെയാണ് ദീനും. ദീനിന് വേരുണ്ട്, തടിയുണ്ട്, ചില്ലകളുണ്ട്, ഫലങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ ഏറ്റവും പ്രാധാന്യമുള്ള സ്ഥലം ഏതാ? വേരാണ്. ഏതുപോലെ ബിൽഡിംഗ് കെട്ടുമ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ ഫൗണ്ടേഷൻ, തറ സ്ട്രോങ് ആക്കും. തറ സ്ട്രോങ് ആക്കിയില്ലെങ്കിൽ ബിൽഡിംഗ് സ്ട്രോങ് അല്ല എന്നതുപോലെ തന്നെ വേര് സ്ട്രോങ് അല്ലെങ്കിൽ മരം. ഇതേപോലെ തന്നെ ദീനുൽ ഇസ്ലാമിന്റെ വേരാണെന്ത്? ഫൗണ്ടേഷനാണെന്ത്? തൗഹീദും അതുപോലെ തന്നെ ഈമാൻ, വിശ്വാസ കാര്യങ്ങൾ. ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ? ഇന്ന ഫിൽ ജസദി മുദ്ഗ, ശരീരത്തിലൊരു മാംസകഷ്ണം. ഇദാ സലുഹൽ ജസദു കുല്ലു, അത് ശരിയായാൽ ശരീരം മൊത്തം ശരിയായി. വൈദാ ഫസദൽ ജസദു കുല്ലു, അത് കേടുവന്നാൽ ശരീരം മൊത്തം കേടുവന്നു. അപ്പൊ ഏറ്റവും ആദ്യം നമ്മൾ ശരിയാക്കേണ്ടത് വിശ്വാസമാണ്. അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യണം? അതിന് അഖീദ പഠിക്കുക എന്ന് പറയാം. അതിനാണ് അഖീദ എന്ന് പറയാം, വിശ്വാസ കാര്യങ്ങൾക്ക്. അതിന് ഏറ്റവും ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? അഖീദ പഠിക്കണം. അഖീദ പഠിച്ചുകൊണ്ട് മാത്രം അതുകൊണ്ട് കഴിഞ്ഞില്ല. നമ്മൾ അഖീദ പഠിക്കുമ്പോൾ അതിൽ വരുന്നൊരു വിഷയമാണ് എന്ത്? ഒരാൾ നിസ്കാരം ഒഴിവാക്കിയാൽ അവൻ എന്തായിത്തീരും? കാഫറായിത്തീരുന്നുള്ളൂ. അപ്പൊ നമ്മുടെ വിശ്വാസം നിലനിർത്തണമെങ്കിൽ നമുക്ക് നിർബന്ധമായിട്ട് എന്ത് പഠിക്കണം? എങ്ങനെ നിസ്കരിക്കണം എന്ന് പഠിക്കണം. വിശ്വാസത്തിന്റെ ഭാഗമാണ്. നമ്മൾ കാഫറായി പോവാതിരിക്കാൻ എന്ത് ചെയ്യണം? നിസ്കരിക്കണം. അപ്പൊ നിസ്കരിക്കാൻ നമുക്ക് തോന്നിയ പോലെ നിസ്കരിച്ചാൽ മതിയോ? പോരാ. ദീന് പഠിപ്പിച്ചെന്ന രൂപത്തിൽ. അപ്പൊ ദീൻ പഠിപ്പിച്ചെന്ന രൂപം അതാണ്, പഠിക്കണം. അപ്പൊ അത് പഠിക്കുമ്പോൾ ഏറ്റവും ആദ്യം എന്ത് ചെയ്യും? നിസ്കരിക്കുന്ന മുമ്പ് വുളു എടുക്കണം പഠിക്കും. അപ്പൊ വുളു എങ്ങനെ എടുക്കണം എന്ന് പഠിക്കണം, അതിന്റെ രൂപം പഠിക്കണം, എന്നിട്ട് നിസ്കാരത്തിന്റെ രൂപം പഠിക്കണം. അപ്പൊ ഇങ്ങനെയാണ് എന്ത് ചെയ്യേണ്ടത്? ഈ പ്രാധാന്യം ആ ഓർഡർ അനുസരിച്ചിട്ട് തന്നെ പഠിക്കണം. ആ ഓർഡർ അനുസരിച്ചിട്ട് തന്നെ എന്ത് ചെയ്യണം? പഠിക്കണം. അപ്പൊ ഏറ്റവും പ്രാധാന്യമുള്ളത് ഏറ്റവും ആദ്യം പഠിക്കുക. ഏറ്റവും പ്രാധാന്യമുള്ളത് ഏറ്റവും ആദ്യം പഠിക്കുക. ഇനി ശ്രദ്ധിക്കേണ്ടത് അടുത്ത പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, കിട്ടുന്ന സമയം എന്ത് ചെയ്യുക എന്നുവെച്ചാൽ പിന്നേക്ക് വെക്കാതിരിക്കുക. എത്രാമത്തെ? 5-ാമത്തെ അല്ലേ? ദീൻ പഠനം പിന്നേക്ക് വെക്കാതിരിക്കുക. ഇപ്പൊ ഇതൊക്കെ ക്ലാസ് കഴിഞ്ഞിട്ട് പോയാലും ഇവിടെ നിന്ന് ഒരാൾ ഇറങ്ങുമ്പോൾ അവന്റെ മനസ്സിലെന്താ? ഇതൊക്കെ ശരിയാണ്, എന്ത് ചെയ്യാ, ഇതിപ്പോ ഇത്രയായില്ലേ, ചൂടൊക്കെ അല്ലേ, മഴയൊക്കെ തുടങ്ങിയിട്ട് എന്ത് ചെയ്യാ, ഒന്ന് പഠിക്കാതിരിക്കുക. അല്ലെങ്കിൽ എന്താ പറയാ, ഇന്നിപ്പോ ഇത്രയും 10 മണിയൊക്കെ ആയാലും ഒരു 2 മണി 4 മണിയൊക്കെ ആയിട്ട് എന്ത് ചെയ്യാ, ഇങ്ങനെ എന്ത് ചെയ്യരുത്, നീട്ടിക്കൊണ്ട് പോകണ്ട. അത് ശൈത്താന്റെ ഏറ്റവും വലിയ തന്ത്രമാണ്. നല്ല കാര്യങ്ങളിൽ പിന്നെ എന്ന് പറയുന്നത് തോന്നിപ്പിക്കുന്നത് ശൈത്താന്റെ ഏറ്റവും വലിയ. എന്താ അങ്ങനെ തോന്നിപ്പിക്കുന്ന അറിയോ? പിന്നെ 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 പറഞ്ഞിട്ട് എന്ത് ചെയ്യും? നാളെ പറഞ്ഞിട്ട് നിങ്ങൾ നീണ്ടുപോകും. അതാവും പിന്നെ ചെയ്യാതാവും. അവനത് ചെയ്യാതെയാവും. നമ്മളെന്ത് ചെയ്യാ, ഒരു നല്ല കാര്യത്തിലേക്ക് നമുക്ക് എളുപ്പം കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ എന്ത് ചെയ്യാ, അത് ചെയ്യാൻ തുടങ്ങാം. പിന്നേക്ക് വെക്കണ്ട. ഇപ്പൊ പറ്റുമെങ്കിൽ ഇപ്പൊ തന്നെ തുടങ്ങാം. പിന്നേക്ക് വെക്കുന്നത് വലിയ അപകടമാണ്. അതുപോലെ തന്നെ 6-ാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത് ധൃതി കാണിക്കാതിരിക്കുക. രണ്ടും മാറിപ്പോരും. ധൃതി കാണിക്കാന്ന് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാല് റിസൾട്ട് കിട്ടാൻ ധൃതി കാണിക്കാതിരിക്കുക. ചിലര് എന്താ പറയാ, 1 മാസം പഠിക്കും, അല്ലെങ്കിൽ 2 മാസം പഠിക്കും, അല്ലെങ്കിൽ 1 വർഷം പഠിക്കും. എന്നിട്ട്
അതിപ്പോ ഇത്രയൊന്നും കാര്യമായിട്ടുള്ളൊരു വലിയ മാറ്റമൊന്നും എനിക്ക് വന്നിട്ടില്ല. ഞാൻ അങ്ങനെ വലിയ പണ്ഡിതനൊന്നും ആയിട്ടില്ല. പിന്നെ ഞാനിങ്ങനെ ഈ കഷ്ടപ്പെടുന്നൊക്കെ വെറുതെയാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാം. അങ്ങനെ ചിലർക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. നമ്മളിപ്പോ ക്രാഷ് കോഴ്സുകൾ കണ്ടിട്ടുണ്ടാവും. 2 വർഷം കൊണ്ട് പഠിക്കുന്നത്, 6 മാസം കൊണ്ട് ഒക്കെ പഠിപ്പിക്കുന്നത്. അങ്ങനെ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ എന്താ പറയാ, ഒറ്റ ദിവസം കൊണ്ട് പണ്ഡിതനാവാൻ സാധിക്കൂല. ഒറ്റ ദിവസം കൊണ്ട് പണ്ഡിതനാവാൻ സാധിക്കും. അങ്ങനെ സാധിക്കുകയല്ലെങ്കിൽ ഈ ദുനിയാവിൽ ജാഹിലുകളായിട്ട് ആരും ഉണ്ടാവില്ല. പണ്ഡിതൻ ആകുന്നതിന് ശ്രേഷ്ഠതയും ഇൽമിന്റെ ശ്രേഷ്ഠതയൊക്കെ അറിയുന്ന ആളുകളെ ഇൽമിലേക്ക് എത്തിക്കാനുള്ള ഏറ്റവും വലിയ തടസ്സം ആ വഴിയുടെ നീളാണ്. നമ്മൾ പറഞ്ഞ വഴി എളുപ്പമുള്ള വഴിയാണ്, വഴി സിമ്പിളായിട്ടുള്ള വഴിയാണ്. പക്ഷെ ആ വഴിയുടെ നീളം, ഇതിങ്ങനെ പോയാൽ അതിന്റെ അറ്റത്ത് എത്തണമെങ്കിൽ കുറച്ച് കാത്തു നിൽക്കണം. കുറച്ച് അറ്റത്തെത്തണമെങ്കിൽ കുറച്ചൊന്നും എന്ത് ചെയ്യണം, ആ വഴിയിൽ തന്നെ ഒന്ന് കാത്തു നിൽക്കണം. ഇതിങ്ങനെ പോയി കുറേ പോയിട്ട് എത്തുന്നില്ല. 1 മാസമായി, 2 മാസമായി, 6 മാസമായി, 1 വർഷമായി, 1.5 വർഷമായി, ഒരു മാറ്റവും വരുന്നില്ല. മറ്റെന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുന്നുണ്ടെന്നല്ലാതെ കാര്യമായ മാറ്റങ്ങളൊന്നും വരുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മളവിടെ നിർത്തിക്കഴിഞ്ഞാൽ പ്രശ്നമാണ്. മറിച്ച് ഇതിന് കുറച്ച് സമയമെടുക്കും. അത് നമ്മുടെ ഓരോരുത്തരുടെയും പരിശ്രമത്തിന്റെ അടിസ്ഥാനത്തിലാണ്. നമ്മുടെ ആത്മാർത്ഥതയും പരിശ്രമമൊക്കെ എത്രത്തോളം നല്ല അവസ്ഥയിലാണോ അത്രത്തോളം പെട്ടെന്നാവും. ചില ആളുകൾക്ക് 3 വർഷം കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട് പണ്ഡിതന്മാർ പറയുന്നത് കാണാം. ചില ആളുകൾ അവരുടെ സത്യസന്ധമായ അങ്ങേയറ്റം പരിശ്രമിക്കുകയും റബ്ബിന്റെ സഹായം അങ്ങേയറ്റം ലഭിക്കുകയും ചെയ്തതുകൊണ്ട് ആ വ്യക്തി ഒന്നും അറിയാത്തൊരവസ്ഥയിൽ നിന്ന് ഒരു പണ്ഡിതന്റെ അവസ്ഥയിലേക്ക് 3 വർഷം കൊണ്ട് മാറിയതും. അങ്ങനെ അവരുടെ ആ ഒരു അളവ് നമുക്ക് അത്യാവശ്യം, ആ ഒരു അളവെങ്കിലും നമ്മൾ പഠിക്കാന്നുള്ളത് അത്യാവശ്യം. ചില ആളുകൾ 4 വർഷം, ചിലർ 5 വർഷം, ഓരോരുത്തരുടെ അവസ്ഥയ്ക്കനുസരിച്ച്. ആ ഒരു അത്രയെങ്കിലും സമയം എന്ത് ചെയ്യും, എടുക്കും ഒരു ചെറിയൊരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ. അപ്പൊ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, ധൃതി കാണിക്കരുത്. ഒരിക്കലും ധൃതി കാണിക്കരുത്. ശ്രദ്ധിക്കുക, ഈ ധൃതി കാണിക്കുന്നതിന്റെ ഒരു ഭാഗമാണെന്ത്, ചില ആളുകളെ കണ്ടിട്ടുണ്ടാവും. അവർക്ക് അറബി അറിയാനും വായിക്കാനൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വലിയ വലിയ പുസ്തകങ്ങളെ വായിക്കാം. മുഗ്നിയും അതുപോലത്തെ സ്വഹീൽ ബുഖാരിയും വലിയ വലിയ പുസ്തകങ്ങളൊക്കെയാണ് വായിക്കുക. അവരിതുവരെ അർബഊൻ നവവിയോ അതുപോലെ തന്നെ, എന്നുവെച്ചാൽ നമ്മൾ ധൃതി കാണിക്കരുത് പറയുമ്പോൾ എഴുതി വെച്ചോ. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓരോ വിഷയത്തിലും ഏറ്റവും ചെറുത് കൊണ്ട് തുടങ്ങാം. അതുകൊണ്ട് അർത്ഥമാക്കുന്നതാണ് ഓരോ വിഷയത്തിലും ഏറ്റവും ചെറുതുകൊണ്ട് തുടങ്ങാം. പക്ഷെ നമ്മൾ പറഞ്ഞ അഖീദയുണ്ട്, ഫിഖ് ഉണ്ട്, തജ്വീദ്, കുറേ വിഷയങ്ങളുണ്ടെന്ന് പറഞ്ഞു. ഈ ഓരോ വിഷയത്തിലും വലിയ പുസ്തകങ്ങളുണ്ട്, ചെറുതുണ്ട്. അതിൽ രണ്ടും അല്ലാത്ത തരത്തിലുള്ളതുണ്ട്. നമ്മൾ അഖീദ തുടങ്ങുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം എന്ത് ചെയ്യരുത്, വലിയ പുസ്തകങ്ങൾ തുടങ്ങരുത്. നമ്മൾ തുടങ്ങുമ്പോൾ ഏറ്റവും ചെറുത്, ലഘുവായ, ഏറ്റവും സിമ്പിളായ, ഏറ്റവും പ്രധാനപ്പെട്ട മസലകൾ മാത്രം വരുന്ന കിതാബം തുടങ്ങുക. പിന്നെ ഫിഖ് ആണെങ്കിൽ ഏറ്റവും ചെറിയ, ഏറ്റവും പ്രധാനപ്പെട്ട മസലകൾ മാത്രം വരുന്ന എളുപ്പമുള്ള ചെറിയ പുസ്തകം തുടങ്ങാം. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ വലുതിലേക്ക് അങ്ങനെ. പിന്നെ പ്രധാനപ്പെട്ട കാര്യം എത്രാമത്തെയാണ്? 7ാമത്തെ അല്ലേ? ഈ ഇൽമിനോട് താല്പര്യമുള്ള കൂട്ടുകെട്ട് തിരഞ്ഞെടുക്കുക. കൂട്ടുകെട്ട് തിരഞ്ഞെടുക്കുമ്പോൾ ഇൽമില്ലാതെ പ്രവർത്തിക്കാൻ പറ്റൂലല്ലോ.
എപ്പോഴും ഇൽമുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ദീന്റെ വിഷയങ്ങൾ സംസാരിക്കുക, അതുപോലെ തന്നെ ആഖിറവുമായി നമ്മളെ ഓർമ്മപ്പെടുത്തുക, അങ്ങനെയൊക്കെയുള്ള ആളുകളുമായി മാത്രം നമ്മൾ എന്ത് ചെയ്യുക, കൂട്ടുകൂടണം. നമ്മളെക്കാൾ ഇൽമു പഠിക്കാൻ താല്പര്യമുള്ള ആളിന് മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, അവരുടെ കൂടെ നമ്മൾ കൂടിയാൽ മതി. നമ്മളുടെ അത്ര പോലും താല്പര്യമില്ലാത്ത ആളുടെ കൂടെ നമ്മൾ എന്ത് ചെയ്യരുത്, കൂടരുത്. നമ്മളെക്കാളും ഇൽമു പഠിക്കാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അവരുടെ കൂടെ കൂടുക. അവരുടെ കൂടെ കൂടി അവർ പടക്കാക്കാനല്ല കേട്ടോ, അവരുടെ താല്പര്യത്തിന്റെ ഒപ്പം നമ്മൾ എന്ത് ചെയ്യുക, ആവാൻ ശ്രമിക്കുക. അങ്ങനെ അങ്ങനെ ആ രൂപത്തിൽ താല്പര്യമുള്ള ആളുടെ കൂടെ എന്ത് ചെയ്യുക, നമ്മളെപ്പോഴും കൂടെ കൂടാൻ ശ്രമിക്കുക. ഈ വേറെ നിലപാടുള്ള ഇൽമു നേടിയ നല്ല എഴുതി നേടിയ വ്യക്തി, പക്ഷെ വേറെ നിലപാടുള്ള വ്യക്തിയിലൂടെ നമ്മൾ നമ്മുടെ നിലപാടിൽ അതായത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ വിഷ്ണം സഹകരമാനോ ഇല്ല വേറെ സംഘടനയിലുള്ള ആൾക്കാർ സഹകരണമായിട്ട് കൂടാൻ പറ്റും. നമ്മുടെ ആകാശവാണി സഹകരണം സംസാരിച്ചിട്ട് അത് വേറൊരു വിഷയമാണ്. അത് ഇവിടെ സംസാരം ഇങ്ങോട്ടാണ്, ചോദ്യം എന്നോടാണ്. ചോദ്യം എന്നോടല്ലേ, ഞാൻ ഉത്തരം പറയാം. അതായത് ശ്രദ്ധിക്കേണ്ടതെന്താ വെച്ചാല്, അത് ഇൽമ് സ്വീകരിക്കപ്പെടുന്നതിന് ചില മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട്. എന്നുവെച്ചാൽ ചില കണ്ടീഷൻസ് പാലിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അവരിൽ നിന്ന് പിന്നെ അവർക്ക് കുറെ ഇൽമുണ്ടെങ്കിലും പിന്നെ അവരിൽ നിന്ന് എന്ത് ചെയ്യാൻ പാടില്ല, ഇൽമ് സ്വീകരിക്കാൻ പാടില്ലാത്തതാവും. അപ്പൊ അങ്ങനെ ആകുന്ന വിഷയത്തിൽപ്പെട്ടൊരു വിഷയമാണ് നിങ്ങൾ ചോദിച്ചത്. അതിനാണ് എന്ത് പറയാ, ഹിസ്ബിയത്ത് എന്ന് പറയാം. അതായത് നമുക്ക് അവർ ഇൽമു സ്വീകരിക്കുമ്പോൾ നമുക്ക് ഉറപ്പ് വേണം അവര് അമാനത്തുള്ള വിശ്വസ്തരായ ആളുകളാണ്, നമുക്ക് ഉറപ്പ് വേണം. ആ ഉറപ്പുള്ള ആളുകളെന്നെല്ലാം നമ്മൾ എന്ത് ചെയ്യരുത്. ഇപ്പൊ ഹിസ്ബിയത്തുള്ള ആളുടെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ, അവരവരുടെ ഹിസ്ബിന് വേണ്ടി സംഘടനയോ അല്ലെങ്കിൽ പണ്ഡിതനോ ആർക്കെങ്കിലും വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും, പല ദീനിലെ വിഷയങ്ങളും വളച്ചൊടുക്കുകയും പറഞ്ഞു കൊടുക്കാതെ മറച്ചു വയ്ക്കുകയൊക്കെ ചെയ്യും. നമ്മൾ കാണുകയാണ് കണ്ണുകൊണ്ട്. അപ്പൊ അങ്ങനെ കാണുമ്പോൾ നമുക്ക് പിന്നെ അവരിൽ ബാക്കിയുള്ള ദീന്റെ വിഷയങ്ങൾ നമുക്ക് എന്ത് പോവും, വിശ്വാസ്യത നഷ്ടപ്പെടും. പിന്നെ നമുക്ക് അവരിൽ വിശ്വസിക്കാൻ കഴിയില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല, അവരിന്ന് ഇൽമെടുക്കാനും സാധിക്കില്ല. മനസ്സിലായോ? അപ്പൊ ആ വിശ്വാസ്യത പോകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുള്ള സംഘടനകളോ അല്ലെങ്കിൽ ഗ്രൂപ്പുകളോ കൂട്ടങ്ങളോ അല്ലെങ്കിൽ വ്യക്തികളോ ആരായിക്കോട്ടെ, നമുക്ക് അത്തരം ആളുകളിൽ പിന്നെ എന്ത് ചെയ്യാൻ സാധിക്കില്ല, നമുക്ക് പിന്നെ ഇൽമു സ്വീകരിക്കാൻ സാധിക്കൂല. മനസ്സിലായോ? അപ്പൊ അത്തരത്തിൽ ഉള്ള ഹിസ്ബിയത്തൊക്കെ പലപ്പോഴും നിങ്ങൾ ചോദിച്ചവരുന്നും അല്ലാത്തവരെന്നൊക്കെ പലരും എന്ത് ചെയ്തിട്ടുണ്ട്, പലപ്പോഴും പ്രകടമായിട്ടുണ്ട് പല വിഷയങ്ങളിലും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാറില്ല, അങ്ങനെ ആരെയും ആ വിഷയത്തിൽ പ്രോത്സാഹിപ്പിക്കാറില്ല. പരമാവധി വിട്ടു നിൽക്കാനാണ് പറയാറുള്ളത്. പിന്നെ ശ്രദ്ധിക്കേണ്ടത് എട്ടാമത്തെ കാര്യം, അതുകൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഒരുപാട് വിഷയങ്ങളുണ്ട്, അത് സമയം നല്ലോണം വൈകി. എട്ടാമത്തെ കാര്യം, ഇൽമ് എന്നുള്ളത് ഒരു മരം നടുന്ന പോലെയാണ്. ശ്രദ്ധിക്കണേ, കഴിഞ്ഞു, അവസാനിപ്പിക്കാം. ഇൽമ് എന്നുള്ളത് ഒരു മരം നടുന്ന പോലെ. ഈ മണ്ണിൽ വിത്തിടുന്നത്, അതിനെ നമ്മൾ ഹിഫ്ളാക്കുമ്പോൾ മണ്ണിൽ നമ്മൾ എന്ത് ചെയ്യണം, വിത്ത് ഇടുക. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, ആ വിത്തിന് വെള്ളവും വളമൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത് ആ ഹിഫ്ള് വീണ്ടും മുറാജ ചെയ്യുന്ന പോലെ. പിന്നെ ആ വെള്ളവും വളവും മാത്രമല്ല, അതിന് പല കളകൾ പലതും വരും. പലതും പറിച്ചു കളയാനും മാറ്റി വെട്ടിക്കളയാനൊക്കെ ഉണ്ട്. അങ്ങനെ പറിച്ചു കളയുകയും മാറ്റിക്കളയുകയും ചെയ്യുന്നത് എന്തുപോലെയാണ്, അതിനെ സംബന്ധിച്ച് അതിന്റെ ആശയങ്ങൾ ചോദിച്ചു പഠിക്കുക എന്നതാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഹിഫ്ളാക്കുന്നില്ല ഒന്നും. അങ്ങനെ ക്ലാസ് വരുന്നുണ്ട്, പോകുന്നുണ്ട്, അവിടെ ക്ലാസ് വരുമ്പോൾ അവിടെ പോവും, ഇവിടെ ക്ലാസ് വരുമ്പോൾ ഇവിടെ പോവും, ഇങ്ങനെ പോകുന്നുണ്ട്. നമ്മളൊന്നും ഹിഫ്ളാക്കുന്നേ ഇല്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? നമ്മുടെ മനസ്സിൽ ചെടിയുമില്ല മരവും ഒന്നുമില്ല. ഈ ചെടിയും മരങ്ങളൊക്കെയാണ് എന്ത്, ആ ചെടികളും മരങ്ങളും വളർന്നിട്ട് അതിന്റെ ഫലങ്ങളാണ് എന്ത്, ഇൽമെന്ന് പറയാം. ശ്രദ്ധിക്കണം, ചെടികളും മരങ്ങളൊക്കെ വളർന്ന് അതിന്റെ ഫലങ്ങളാണെന്ത്, ഇൽമെന്ന് പറയുന്നത്.
ഇവിടെ വിത്തന്നെ കുഴിച്ചിട്ടിട്ടില്ലെങ്കിലോ? മണ്ണിൽ വിത്തേ കുഴിച്ചു, നമ്മൾ വിത്തൊന്നും കുഴിച്ചിട്ടിട്ടില്ല, ഒരു വിത്തും നമ്മൾ കുഴിച്ചിട്ടിട്ടില്ലെങ്കിൽ അവിടെ എങ്ങനെയാണ് ഫലങ്ങൾ ഉണ്ടാവുക? അതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ഇൽമുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും നമ്മൾ ഹിഫ്ളാക്കണം. നമ്മൾ പല ആളുകളും വിചാരം എന്താ, കുറേ ക്ലാസ് കേട്ടാൽ കുറേ ഇൽമു കിട്ടുന്ന. ഹിഫ്ളാക്കണം. ഹിഫ്ള് ഇല്ലാത്ത ഇൽമില്ല. ഹിഫ്ള് എന്ന് പറഞ്ഞാൽ എല്ലാമല്ല, നമ്മളിപ്പോ ഖുർആന്റെ ആയത്തുകൾ, അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഹദീസുകൾ, നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഹദീസുകൾ, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഹിഫ്ളാക്കണം. ഉദാഹരണത്തിന് ഹദീസ് ജിബ്രീൽ അലൈഹി സ്വലാം മനുഷ്യരൂപത്തിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കിലേക്ക് വന്നിട്ട് ഈ ഇസ്ലാമിനെ പറ്റിയിട്ട് ഈമാനെ പറ്റിയിട്ട് ഇതൊക്കെ ഈ ഹദീസ് നമ്മൾ എന്ത് ചെയ്യണം? ഹിഫ്ളാക്കണം. നമ്മളോട് ഒരാൾ ഈ ഈമാൻ കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഈ ഹദീസ് ഹിഫ്ളുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റും. അൽ ഈമാനു ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റസൂലിഹി വൽ യൗമിൽ ആഖിരി വൽ ഖദരി ഖൈരിഹി വ ശർരിഹി. 6 കാര്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? തെറ്റാതെ ആ ക്രമത്തിൽ തന്നെ വിശ്വാസത്തിൽ പറഞ്ഞതുപോലെ തന്നെ പറയാൻ പറ്റും. അപ്പൊ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും, അതുപോലെ സൂറത്തുൽ ഫാത്തിഹ നമുക്ക് നിർബന്ധമായി ഹിഫ്ളാക്കേണ്ടതാണ്. അതുപോലെ തന്നെ പല സൂറത്തുകളും, ആയത്തുൽ കുർസി, ആമന റസൂലു, അതുപോലെ സൂറത്തുൽ ഇഖ്ലാസ്, ഫലഖ്, നാസ്, ഇങ്ങനെ നമ്മൾ ഹിഫ്ളാക്കേണ്ടത് നിർബന്ധമായിട്ടുള്ള പലതും ഉണ്ട്. അതിന് പുറമേക്ക് നമുക്ക് പറ്റുന്നത്ര എന്ത് ചെയ്യുക? ഖുർആന്റെ ആയത്തുകൾ ഹിഫ്ളാക്കുക. അതുപോലെ തന്നെ ഹദീസുകൾ, ചെറിയ ഹദീസുകളൊക്കെ ഉണ്ടാവും, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? പ്രധാനപ്പെട്ട ഹദീസുകൾ നമ്മൾ എന്ത് ചെയ്യുക? ഹിഫ്ളാക്കുക. ഇങ്ങനെ ഹിഫ്ളാക്കുമ്പോഴേ നമുക്ക് എന്ത് വരുള്ളൂ? നമ്മളവിടെ മണ്ണിൽ വിത്ത് കുഴിച്ചിട്ടിട്ടുള്ളൂ. വിത്ത് കുഴിച്ചിട്ടില്ല എന്ന് വിചാരിക്കുക, നമുക്കവിടെ വെള്ളം ഇട്ടിട്ടൊന്നും കാര്യമില്ല. നമുക്കവിടെ ഒന്നും വെട്ടിക്കളയാനോ ഒന്നും മാറ്റാനോ ഒന്നും ഇല്ല അവിടെ. അപ്പൊ നമ്മൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഹിഫ്ളാണ്. ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഹിഫ്ളാണ്. ഹിഫ്ള് എന്ന് പറയുന്നത് നമ്മുടെ മണ്ണിൽ വിത്തിടുന്നത് പോലെ. നിങ്ങൾ എഴുതി വെച്ചോളി. ഹിഫ്ള് മണ്ണിൽ വിത്തിടുന്നത് പോലെയാണ് ഒരു കാര്യം ഹിഫ്ളാക്കാന്ന് പറയുന്നത്. അപ്പൊ ഹിഫ്ളാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഹൃദയത്തിലുള്ളതാണ് നിങ്ങളുടെ ഇൽമ്. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ കയ്യിൽ പുസ്തകങ്ങളിലും കമ്പ്യൂട്ടറിലും അതൊന്നും ഉള്ളത് നിങ്ങളുടെ ഇൽമല്ല. ശ്രദ്ധിക്കണേ. നിങ്ങളുടെ ഇൽമെന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങളുടെ ഹൃദയത്തിലുള്ള ഇൽമ. ഈ മൊബൈൽ തുറന്നിട്ട് കിതാബ് നോക്കിയിട്ട് ഞാൻ കുറെ വായിച്ചാൽ ഞാൻ കുറെ ഇൽമുള്ള ആളാവൂല. മനസ്സിലായോ? ഇൽമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഹൃദയത്തിൽ എന്താണുള്ളത് അതാണ് നിങ്ങളുടെ ഇൽമ. പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, ബാത്റൂമിൽ പോകുമ്പോഴും നിന്റെ കൂടെ എന്താണ് ഉണ്ടാവുന്നത് അതാണ് നിന്റെ ഇൽമ. ബാത്റൂമിൽ പോകുമ്പോൾ കിതാബ് കൊണ്ട് പോകാൻ പറ്റൂല, മുസ്ഹഫ് കൊണ്ടോ മറ്റൊരു കിതാബ് കൊണ്ട് നമുക്ക് പോകാൻ പറ്റൂല. അപ്പൊ ആ പോകുമ്പോൾ നിന്റെ കൂടെ എന്താണുള്ളത് അതാണ് നിന്റെ ഇൽമ. വേറെ പണ്ഡിതന്മാർ വേറെ രൂപത്തിൽ പറയാറുണ്ട്. എന്താണ്? ഖബറിൽ പോകുമ്പോൾ നിന്റെ കൂടെ ഉണ്ടാവുന്ന എന്താണോ അതാണ് നിന്റെ ഇൽമ. ഇത് പല ആളുകൾക്കും എന്താ പറയാ, പലരുടെ ഇൽമെന്ന് പറഞ്ഞാൽ അവന്റെ കമ്പ്യൂട്ടറാണ്. കമ്പ്യൂട്ടർ പോയി കഴിഞ്ഞാൽ പിന്നെ അവന്റെ ഇൽമ പോയി. അല്ലെങ്കിൽ അവന്റെ ലൈബ്രറി പോയി കഴിഞ്ഞാൽ അവന്റെ ഇൽമ പോയി. വീട്ടിൽ കുറെ കിതാബുകൾ ഉണ്ടാവും, അതൊക്കെ പോയി കഴിഞ്ഞാൽ അവന്റെ ഇൽമ പോയി. അതല്ല ഇൽമ. അത് ഇൽമല്ല എന്നല്ല, ശരിക്കുള്ള ഇൽമെന്ന് പറയുന്നത് നിന്റെ കൂടെ ഉള്ളതാണ്. ശരിക്കുള്ള ഇൽമെന്ന് പറയുന്നത് നിന്റെ. അതുകൊണ്ടാണല്ലോ ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ജയിലിൽ അടച്ചു. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളൊന്നും അദ്ദേഹത്തിനില്ല. അദ്ദേഹം പറഞ്ഞത്, എന്നെ എവിടെ കൊണ്ടിട്ടാൽ എന്താ, എന്റെ ജന്നത്ത്, എനിക്ക് ആശ്വാസം നൽകുന്ന കാര്യങ്ങൾ എന്റെ കൂടെ തന്നെ ഉണ്ട്. ജന്നത്തി ഫി സദരി, എന്റെ ജന്നത്ത് എന്റെ നെഞ്ചിലാണെന്നാണ്. ചക്ക ഹിഫ്ളാക്കി വെച്ചിരിക്കുക. ഖുർആനാണെങ്കിലും ഹദീസുകളാണെങ്കിലും ഒക്കെ ഹിഫ്ളാക്കിയോണ്ട് പുറത്തുനിന്ന് കിതാബ് തന്നില്ലെങ്കിൽ ഒരു പ്രശ്നമില്ല. ഖുർആൻ വായിച്ച് സമാധാനിക്കാൻ പുറത്തുനിന്ന് മുസ്ഹഫ് തരേണ്ട ആവശ്യമില്ല. അപ്പൊ ആ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് മുഴുവൻ ഹിഫ്ളാക്കാൻ സാധിച്ച് നമുക്ക് പറ്റുന്നത്ര ഹിഫ്ളാക്കാലോ. ലോകത്ത് എത്ര ആളുകളുണ്ട്? 10-50. ഇപ്പൊ ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ ലബ്ബാദ് ഹഫിദഹുല്ലാഹ്, അദ്ദേഹം 50 വർഷത്തിന് ശേഷം ഹിഫ്ളാക്കാൻ തുടങ്ങിയത്. ഇപ്പൊ അദ്ദേഹം മുഴുവൻ പൂർണ്ണമായിട്ട് ഹാഫിളാണ്. അപ്പൊ അതൊന്നും നമുക്ക് സാധിക്കാത്ത കാര്യമല്ല. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഡെയിലി
വിശ്വാസം പഠിപ്പിച്ചില്ല അഹബ്ബുൽ അഅ്മാലി ഇലല്ലാഹി അദ്വമുഹ വഇൻ ഖല്ല. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള പ്രവർത്തനങ്ങൾ എന്നും നിലനിൽക്കുന്നതാണ്, അത് കുറച്ചാണെങ്കിലും ശരി. നമ്മൾ ഒരു ദിവസം കുറേ ഒരു പേജ് മുഴുവൻ ഹിഫ്ളാക്കി പിന്നെ ഹിഫ്ളേ ഇല്ല, അങ്ങനെ പോകുന്നതിനേക്കാളും ഏറ്റവും നല്ലത് ഒരു ദിവസം കുറച്ച് 2 ആയത്തോ 3 ആയത്തോ അല്ലെങ്കിൽ അര പേജ് ഹിഫ്ളാക്കുക, പിന്നെ നാളെ അരപ്പിടിച്ച് അടുത്ത ദിവസം കൃത്യമായിട്ട് മുടങ്ങാതെ അതിനൊരു കൃത്യമായിട്ട് ഷെഡ്യൂളൊക്കെ ഉണ്ട്. പണ്ഡിതന്മാർ നിശ്ചയിച്ച ഷെഡ്യൂളോ അല്ലെങ്കിൽ നമ്മൾ തന്നെ നിശ്ചയിക്കുക, ഏത് രൂപത്തിലും കുഴപ്പമില്ല. അങ്ങനെ നിശ്ചയിച്ച് കൃത്യമായി മുടങ്ങാതെ എന്ത് ചെയ്യുക, നമ്മൾ ഹിഫ്ളിൽ മുന്നോട്ട് പോവുക. എല്ലാ ദിവസവും ഒരു ദിവസം ഒരു ആയത്തിനെ ഹിഫ്ളാക്കും, അതെന്ത് ചെയ്യുക, മനസ്സിൽ നിശ്ചയിക്കുക. തിരക്കിൽപ്പെട്ട് ഉറങ്ങാൻ പോവുകയാണെങ്കിൽ അന്ന് ആ ആയത്ത് ഹിഫ്ളാക്കിയിട്ട് ഉറങ്ങിയാൽ മതി. അങ്ങനെ കൃത്യമായിട്ട് മുന്നോട്ട് പോവാ. നമ്മൾ മനസ്സിലാക്കുക ഹിഫ്ളാണ് നമ്മുടെ ഇൽമ്. ഞാൻ ഹിഫ്ളാക്കിയിട്ടില്ലെങ്കിൽ എനിക്ക് ഇൽമില്ല എന്ന് നമ്മൾ എന്ത് ചെയ്യുക, ചിന്തിക്കുക. എന്നിട്ട് ഹിഫ്ളാക്കുക, എത്രത്തോളം സാധിക്കും എത്രത്തോളം ഹിഫ്ളാക്കുക. ഹിഫ്ളാക്കുക എന്ന് പറയുന്നത് എന്തുപോലെയാണ്, ഇപ്പൊ നമുക്ക് സാധിക്കില്ലായിരിക്കും, പക്ഷെ നമുക്ക് തീരെ സാധിക്കണം എന്ന് വിചാരിക്കണ്ട. ഏതുപോലെന്നറിയോ, നമ്മൾ കയ്യിൽ ഭാരെടുക്കുന്ന പോലെയാണ്. കയ്യിൽ ഭാരെടുക്കുക, നമുക്ക് ഒറ്റയടിക്ക് വലിയൊരു ഭാരം, തീരെ പൊക്കി ശീലിച്ചിട്ടില്ലാത്തവർക്ക് വലിയൊരു ഭാരം ഒറ്റയടിക്ക് പൊക്കാൻ സാധിക്കില്ല. അതേസമയം ചെറിയ ചെറിയ ഭാരം എടുത്ത് എല്ലാം ഒന്ന് ഉഷാറായി ശരീരത്തിന്റെ എന്താ പറയാ അതൊക്കെ ഒന്ന് പുഷ്ടിപ്പെട്ട് ഒന്ന് ബലം വെച്ച് അതിനുശേഷം നമുക്ക് വലുത് സിമ്പിളായി എടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഹിഫ്ള് ഒറ്റയടിക്ക് നമുക്ക് സാധിച്ചോളന്നില്ല, പക്ഷെ നമുക്ക് കുറച്ചായിട്ട് എന്ത് ചെയ്യും, വളരെ എളുപ്പത്തിൽ അതെന്ത് ചെയ്യാൻ സാധിക്കും, അതിനെ ശക്തിപ്പെടുത്താൻ സാധിക്കും. അങ്ങനെ നമ്മൾ ശക്തിപ്പെടുത്തി നമ്മൾ സാധിക്കുന്നത്ര ആയത്തുകൾ ഹദീസുകൾ ഹിഫ്ളാക്കുക. പിന്നെ അതെന്ത് ചെയ്യുക, ഹിഫ്ളാക്കി വെറുതെ വിട്ടേച്ച് പോരുത്. കുറേ ഹാഫിളുകളുണ്ട്, ഹിഫ്ള് കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിയ ആളുകൾ, അവർക്കിപ്പോൾ ഖുർആന്റെ ഒന്നും എന്ത് ചെയ്യില്ല, ഒന്നും ഓർമ്മയില്ലാത്ത ഒരുപാട് ഹാഫിളുകൾ ഇപ്പം ഉണ്ട്. എന്തുകൊണ്ടാണ്, പഠിച്ചു കഴിഞ്ഞാൽ കോളേജിൽ നിന്ന് ഇറങ്ങി പിന്നെ എന്ത് ചെയ്തിട്ടില്ല, തിരിഞ്ഞു നോക്കിയിട്ടില്ല. അങ്ങനെ തിരിഞ്ഞു നോക്കാതിരുന്നാൽ എന്ത് ചെയ്യും, ഒരു വിത്തിട്ടു മണ്ണിലിട്ടു വെള്ളം ഒഴിക്കുന്നില്ല, വളം ഒന്നും വേണ്ടതൊന്നും ഇട്ടു കൊടുക്കുന്നില്ല. അങ്ങനെ ആയിക്കഴിഞ്ഞാലോ അത് വളരൂല. നമുക്കിതിന്റെ ഫലം കിട്ടണമെങ്കിൽ അത് വളരണ്ടേ. അപ്പൊ അങ്ങനെ വളരണമെങ്കിൽ എന്ത് ചെയ്യണം, വെള്ളം വളം ഒഴിച്ചു കൊടുക്കലാണ് എന്താ എഴുതിക്കും, വെള്ളവും വളം ഒഴിച്ചു കൊടുക്കലാണ് എന്ത്, മുറാജ ചെയ്യല്, മനപ്പാടമാക്കിയത് റിവിഷൻ ചെയ്യല്. അങ്ങനെ മുറാജ എന്ന് പറയാം അറബിയില്, മനപ്പാടമാക്കിയത് റിവിഷൻ ചെയ്യല്. ഈ വളം ഒഴിച്ചത് വളർന്നു വരുമ്പോൾ അതിന്റെ കൂടെ വളരാൻ പാടില്ലാത്ത പലതും, ഇത്തിൽ കണ്ണികളോ അല്ലെങ്കിൽ പല കളകളോ അങ്ങനെ പലതും എന്ത് ചെയ്യും, കൂടെ വളരാൻ പാടില്ലാത്ത പലരും. അത് വളർന്നു കഴിഞ്ഞാൽ ഇതെന്ത് ചെയ്യും, അപ്പോഴും ഇപ്പോൾ എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ട്, വീട്ടുമുറ്റത്തൊരു വലിയൊരു മാങ്ങ മരം മുഴുവനും അതിന്റെ ഫലങ്ങൾ മുഴുവൻ നിന്നു പോയത് ഒരൊറ്റ ഇത്തിൽ കണ്ണി കൊണ്ടാണ്. ആ മരത്തിൽ നിന്ന് ഒരുപാട് ഫലങ്ങൾ വർഷാവർഷം കിട്ടിക്കൊണ്ടിരുന്ന മുഴുവൻ നിന്നു പോയത് ഒരൊറ്റ ഇത്തിൽ കണ്ണി കൊണ്ടാണ്. അപ്പൊ ഇതുപോലെ ഇത്തിൽ കണ്ണികളൊന്നും വളരാതെ എന്ത് ചെയ്യണം, ഒക്കെ വരുന്നതിനൊക്കെ പിടിച്ച് പറിച്ചു കളഞ്ഞ് വെട്ടിക്കളഞ്ഞ് അതിനൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ അങ്ങനെ മാറ്റുന്നതാണ് എന്ത്, ആ ഹിഫ്ളാക്കിയതിനെ സംബന്ധിച്ചുള്ള ഫഹ്മ്. എഴുതി വെച്ചോളി. അതിൽ കടന്നുകൂടുന്ന ഇത്തിൽ കണ്ണികൾ പറിച്ചു കളയുന്നത് പോലെയാണെന്ത്, ഈ ഹിഫ്ളാക്കിയതിനെ സംബന്ധിച്ചുള്ള ഫഹ്മ്. ഹിഫ്ളാക്കിയതിനെ സംബന്ധിച്ചുള്ള കുറെ ഹിഫ്ളാക്കിയാൽ പണ്ഡിതനാവോ? ഇപ്പൊ ഖുർആൻ മുഴുവൻ ഹിഫ്ളാക്കിയ ഒരാൾ, അയാൾക്ക് ഖുർആനെ സംബന്ധിച്ച് അതിലെ ആയത്തുള്ള അർത്ഥങ്ങളോ ആശയങ്ങളോ ഒന്നും അറിയില്ല, അയാൾ പണ്ഡിതനാവോ? ഇല്ല. പണ്ഡിതനാവോ? ഇല്ല. അപ്പൊ അതിനെ സംബന്ധിച്ച് ഫഹ്മ് വേണം, അതെന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഞാൻ എന്താ ഹിഫ്ളാക്കിയിട്ടുള്ള, ഈ ആയത്തിന്റെ ആശയം എന്താണ്, ഇതെന്താണ് ഇങ്ങനെ ഉദ്ദേശിക്കുന്നത്, ഇതുകൊണ്ട് എങ്ങനെ അമലാക്കേണ്ടത്, ഈ അറിവ് നമുക്ക് അതിന്റെ ഫഹ്മ് എന്ന് പറയണം. അത് മനസ്സിലാക്കണം. അവസാനിപ്പിക്കണം. ഒരു പക്ഷി വരച്ചോളി, കണ്ണും മൂക്കൊന്നും ഇല്ലാത്തൊരു പക്ഷി. ആ പക്ഷിന്റെ ഒരു ചിറകാണ് ഹിഫ്ള്, പക്ഷിന്റെ ഒരു ചിറകാണ് ഹിഫ്ള്, മറ്റേ ചിറകാണ്
ഫഹ്മ്. ശരിക്കുള്ള പക്ഷിയല്ല കേട്ടോ, വെറുതെ ഒന്ന് മനസ്സിലാൻ വേണ്ടി ഒരു ചെറിയൊരു വര. അതിന്റെ ഒരു ചിറക് ഹിഫ്ളും മറ്റേ ചിറക് ഫഹ്മുമാണ്. അതിന്റെ തലയാണെന്ത്? അമല്. അതിന്റെ തലയാണ് അമല്. ഇതാണ് ഇൽമിന്റെ രൂപം. ഈ ഒരു പക്ഷിയാണെന്ത്? ഇൽമിന്റെ രൂപം. അപ്പൊ ഹിഫ്ള് ഇല്ലെങ്കിൽ പറക്കാൻ കഴിയുമോ പക്ഷിക്ക്? ഇല്ല. ഫഹമില്ലെങ്കിലും പറക്കാൻ കഴിയില്ല. അമലില്ലെങ്കിൽ ഇൽമയില്ല. അമലില്ലെങ്കിൽ പിന്നെ പക്ഷിയില്ല. അപ്പൊ ഒരുത്തൻ അമലാക്കുന്നില്ല, കുറേ പഠിക്കുന്നുണ്ട്, ഇങ്ങനെ പഠിക്കുന്നുണ്ട്. അവൻ ഇൽമുള്ളവനാണോ? അല്ല. ഫുളൈൽ ഇബ്നു ഇയാദ് എന്ന് പറഞ്ഞ് ഒരുത്തൻ ഇൽമുകൊണ്ട് അമലാക്കുന്നിടത്തോളം അവൻ ജാഹിലാണെന്ന് പറഞ്ഞു. ഒരുത്തൻ അമലാക്കുന്ന ഇൽമുണ്ട്, അവൻ ജാഹിലാണ്. കുറെ സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടാവും, ഡിഗ്രിയും പോസ്റ്റ് ഗ്രാജുവേറ്റും എല്ലാം ഉണ്ടാവും, അവൻ ജാഹിലാണ്. ഒരാൾ ഇൽമുകൊണ്ട് എപ്പോഴാണ് അമലാക്കുന്നത് അപ്പോഴാണ് അവൻ എന്താവുക? ആലിമാവും. അപ്പൊ തലയാണെന്ത്? ഇൽമിന്റെ തലയാണ് അമല്. അതിന്റെ ഒരു ചിറകാണെന്ത്? ഹിഫ്ള്, മറ്റേ ചിറകാണ് ഫഹ്മ്. ഫഹ്മ് എന്ന് പറഞ്ഞാൽ ആ ഹിഫ്ളാക്കിയത് മനസ്സിലാക്കുക, എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതിന്റെ ആശയം മനസ്സിലാക്കുക. അപ്പൊ എത്രത്തോളം ഹിഫ്ളും ഫഹ്മും ഉണ്ടോ അത്രത്തോളം സ്പീഡിൽ എന്ത് ചെയ്യാൻ സാധിക്കും? ഈ പക്ഷിക്ക് പറക്കാൻ സാധിക്കും. അതുപോലെ തന്നെ എത്രത്തോളം ഹിഫ്ളും ഫഹ്മും ഉണ്ട് അത്രത്തോളം എന്ത് ചെയ്യാൻ സാധിക്കും? ഈ പക്ഷിക്ക് കൂടുതൽ ഇൽമ് കരസ്ഥമാക്കാൻ സാധിക്കും. ഏകദേശം ഒരു പിക്ചർ കിട്ടിയില്ലേ? ഇനി ഏറ്റവും ലാസ്റ്റ് ശ്രദ്ധിക്കാനുള്ളത് സബർ ചെയ്യാന്നുള്ളതാണ്. വഴി പറഞ്ഞ ഈ വഴിയിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുക എന്നുള്ളത് നിങ്ങളുടെ ബാധ്യതയാണ്. ഈ വഴിയിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുക എന്നുള്ളത് നിങ്ങളുടെ ബാധ്യതയാണ്. ഈ വഴി തെറ്റുമ്പോഴോ സബർ പോകുമ്പോഴോ ആണ് ഇൽമ് കഷ്ടമായി തീരുക. നിങ്ങൾ എഴുതി വെച്ചോളൂ, കഴിഞ്ഞു, അവസാനിപ്പിക്കാം. ഇൽമ് പഠിക്കുക എന്നുള്ളത് കഷ്ടമായി തീരുന്നത് രണ്ടാലൊരു കാരണം കൊണ്ടാണ് ഇൽമ് പഠിക്കുന്നത് കഷ്ടമായി തീരുക. ഒന്ന്, തെറ്റായ വഴിയിലൂടെ പഠിക്കുക. തെറ്റായ വഴിയിലൂടെ പഠിക്കുക. രണ്ട്, ശരിയായ വഴിയിൽ ക്ഷമയില്ലാതിരിക്കുക. ശരിയായ വഴിയിൽ ക്ഷമയില്ലാതിരിക്കുക. ശരിയായ വഴി മനസ്സിലായി, അതിന് മുന്നേ കുറച്ച് പോകുമ്പോൾ പിന്നെ എന്ത് ചെയ്യാ, എന്നെ കൊണ്ടൊന്നും പറ്റൂല, അല്ലെങ്കിൽ ഇത് കുറെ എത്ര പഠിക്കണം, 3 വർഷമോ 4 വർഷം, അല്ലെങ്കിൽ കുറെ കാലം പഠിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യാ, ക്ഷമയില്ലാതാവുക എന്നുള്ളതാണ്. ഈ രണ്ടാലൊരു കാരണം കൊണ്ടാണ് എന്ത് ചെയ്യുക, ഇൽമു പഠിക്കാനുള്ള കഷ്ടം. ഇത് രണ്ടും ഉണ്ടെങ്കിൽ ഇൽമു പഠനം വളരെ സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. ഇതിൽ ഒരുപാട് പോയിന്റുകൾ ഞാൻ പറഞ്ഞിട്ടില്ല, പ്രധാനപ്പെട്ട പോയിന്റുകൾ വളരെ വേഗത്തിൽ, സമയം ഒരുപാട് വൈകിയതുകൊണ്ടാണ്. ഇൻഷാ അല്ലാഹ് ബറക്കല്ലാഹു ഫീക്കും. നമുക്ക് എല്ലാം പറഞ്ഞതൊക്കെ മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും കാര്യങ്ങൾ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കാനും മനസ്സിലാക്കിയത് കഴിവിന്റെ പരമാവധി പ്രാവർത്തികമാക്കുവാനും നാം ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ ഇൻഷാ അല്ലാഹ്. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, പ്രധാനപ്പെട്ടത്. ഹിഫ്ളാക്കുക എന്ന് പറഞ്ഞു. ഫഹമാക്കുന്ന നമുക്കറിയാം, എൻ്റെ ആശിപ്പ് ക്ലാസ് കേൾക്കുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടല്ലോ, അതിനാണ് ഫഹമെന്ന് പറയാം. അത് വലിയ പണിയൊന്നുമില്ല. ഹിഫ്ളാക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് പലപ്പോഴും അബദ്ധം പറ്റുന്നൊരു മേഖല, അത് മാത്രം സൂചിപ്പിക്കാം. നമ്മൾ ഖുർആൻ ഹിഫ്ളാക്കും, പല ആളുകൾ ഹിഫ്ളാക്കിയിട്ടുണ്ടാവും പലപ്പോഴും. പക്ഷെ ഹിഫ്ളാക്കിയിട്ട് മറന്നു പോവുക എന്നുള്ളതാണ് ഏറ്റവും നമുക്ക് എപ്പോഴും പ്രശ്നമായി മാറാം. പലപ്പോഴും ഹിഫ്ളാക്കാൻ വലിയ പണിയില്ലെങ്കിലും ഹിഫ്ളാക്കിയിട്ട് മറന്നു പോകണമെന്നാണ് നമ്മൾ എപ്പോഴും പരാതി പറയും. അതിനൊരു മരുന്നുണ്ട്. എന്താണെന്നറിയോ? നമ്മൾ ഹിഫ്ളാക്കിയിട്ട് നമ്മൾ അടച്ചു വെക്കൂലേ, എന്നെ കഴിഞ്ഞു, ഞാനിത് ഇപ്പോൾ ഒരു സൂറത്ത് നമ്മൾ പഠിക്കുകയാണ്, ഇപ്പോൾ സൂറത്തുൽ സബ്ബിഹിസ്മ റബ്ബിക്കൽ ആല, സൂറത്തിൽ ആല നമ്മൾ പഠിക്കുകയാണ്. ആ പഠിച്ചിട്ട് നമ്മൾ കഴിഞ്ഞതുകൊണ്ട് അടച്ചു വെക്കൂലേ, ഞാനിത് പഠിച്ചു, നമ്മൾ ചൊല്ലിയൊക്കെ നോക്കും മനസ്സിൽ ഒക്കെ കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് ആയി നമ്മൾ മുസ്തഫ് അവിടെ വെക്കുമ്പോൾ ആ വെച്ചിട്ട് എഴുന്നേറ്റ് പോകുന്നതിന് മുമ്പ്, സിമ്പിളാണ് പക്ഷെ നല്ല എഫക്റ്റീവാണ്, ആ എഴുന്നേറ്റ് പോകുന്നതിന് മുമ്പ് എന്ത് ചെയ്യുക, അവിടെ തന്നെ ഇരുന്നിട്ട് എഴുന്നേറ്റ് പോവാതെ ആ മനപ്പാടമാക്കിയത് മുസ്ഹഫ് നോക്കാതെ കാണാതെ 20 വട്ടം ചൊല്ലുക, ആവർത്തിച്ചിട്ട്. ശ്രദ്ധിക്കണേ, നമ്മൾ മനപ്പാടമാക്കേണ്ടതൊക്കെ നമുക്കറിയാം, നമ്മളിങ്ങനെ പല രൂപത്തിൽ പഠിച്ച് മനപ്പാടമാക്കുക, അതൊന്നല്ല വിഷയം. മനപ്പാടമാക്കി നമ്മൾ കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് മുസ്ഹഫ് അവിടെ വെക്കുമ്പോൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാതെ എന്ത് ചെയ്യുക, അവിടെ ഇരുന്നിട്ട് ഒരു 20 വട്ടം, മിനിമം 50 വട്ടം ആക്കാൻ പറ്റുമെങ്കിൽ നന്നായി, 100 ആക്കാൻ പറ്റുമോ ഏറ്റവും ഹയറായി,
നിങ്ങൾക്ക് എത്രത്തോളം വെറുതെ ഏറ്റവും മിനിമം 20 വട്ടം നിങ്ങൾ എന്ത് ചെയ്യുക, ആ മനപ്പാടമാക്കി ആ സൂറത്ത് അവിടെ ഇരുന്നിട്ട് ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ ചൊല്ലാം. സബ്ബിസ്മ റബ്ബിക്കൽ അല്ലദീ ഖലഖ വസവ്വ. അവിടെ തന്നെ നിന്ന് കാണാതെ എന്ത് ചെയ്യുക, അവിടെ തന്നെ ഇരുന്നിട്ട് ആവർത്തിച്ച് ചൊല്ലുക. എന്നിട്ട് നിങ്ങൾ എഴുന്നേറ്റ് പോയിക്കോളി, പിന്നെ മറക്കൂല, പിന്നെ നിങ്ങൾക്ക് മറക്കൂല. പക്ഷെ ഈ ഒരു കാര്യം നമ്മൾ എത്ര പേര് ചെയ്യുന്നുണ്ട്? ആരെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇല്ലല്ലോ. അത് ചെയ്യാത്തതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, മറന്നു പോകുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ ആവർത്തിക്കാൻ നല്ല മടുപ്പുണ്ടാവും. 20 വട്ടം പഠിച്ചല്ലേ, പിന്നെ 20 വട്ടം ആവർത്തിക്കാൻ നമുക്ക് തോന്നാം. പക്ഷെ ആ ആവർത്തിച്ചൊന്നും ചെയ്ത് നോക്ക്, നല്ല മാറ്റം ഉണ്ടാവും. മറന്നുപോല, എത്ര പ്രായമാണെങ്കിൽ മറന്നുപോല. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ, ഇങ്ങനെ ചെയ്യാതാവുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് മറന്നു പോകുന്നത്. അപ്പം അത് ഒരു സാന്ദർഭികമായി പറയാൻ വിട്ടുപോയതാണ്. ഇൻഷാ അല്ലാഹ് അപ്പം നമ്മൾ എന്ത് ചെയ്യുക, പരമാവധി കാര്യങ്ങൾ പറഞ്ഞ ആ രൂപം നമ്മുടെ മനസ്സിലുണ്ടാവട്ടെ. ആ ഒരു പക്ഷിന്റെ രൂപം, തല അമലാണ്, അമലില്ലെങ്കിൽ ഇൽമില്ല. 2 ചിറകുകൾ രണ്ടും ഒരുപോലെ വേണം, രണ്ടും നല്ല വലിപ്പവുമാണ്. എങ്കിലാണ് വളരെ വേഗത്തിൽ സ്വർഗത്തിൽ ഏറ്റവും വലിയ പദവികളിലേക്ക് എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ, വേഗത്തിൽ സ്പീഡിൽ സഞ്ചരിക്കാൻ സാധിക്കുള്ളൂ. ചെറിയ ചിറകുണ്ടെങ്കിൽ സ്പീഡിൽ പോകാൻ കഴിയില്ല. വലിയ ചിറകും നല്ല ബലമുള്ള ചിറകുമാണ്. നല്ല ഹിഫ്ള് വേണം. ആ ഹിഫ്ളാക്കിയതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഫഹമാക്കണം, മനസ്സിലാക്കണം. എന്താണ് ഖുർആന്റെ ആയത്തുകൾ, സൂറത്തുൽ ഫാത്തിഹ പോലും നമുക്ക് പലർക്കും എന്ത് ചെയ്തിട്ടില്ല, ഫഹമായിട്ടില്ല, മനസ്സിലാക്കിയിട്ടില്ല നമ്മൾ സൂറത്തുൽ ഫാത്തിഹ. അപ്പം അതൊക്കെ അപകടമാണ്. ഒരു ചിറക് നല്ലോണം ഉണ്ട്, ഒരു ചിറക് തീരെയില്ലെങ്കിലോ പറക്കാൻ കഴിയൂല. ഇതൊക്കെ നമ്മൾ മനസ്സിലുണ്ടാവട്ടെ, ഈ കാര്യങ്ങളൊക്കെ. അതിനാണ് ആ പക്ഷിന്റെ രൂപം പറഞ്ഞത്. ആ രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും കഴിവിന്റെ പരമാവധി ഈ പറഞ്ഞ കാര്യങ്ങൾ അമലാക്കാനും, അങ്ങനെ ശരിയായ റൂട്ട് ഇതാണ്, റൂട്ട് പറഞ്ഞു തന്നു. ഈ റൂട്ടിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരും എന്ത് ചെയ്യട്ടെ, ഉറപ്പിച്ചു നിർത്തുകയും അങ്ങനെ സമൂഹത്തിന് ഉപകാരപ്പെടുന്ന രൂപത്തിൽ, സമൂഹത്തിലെ നമുക്ക് വേണ്ടപ്പെട്ടവരെങ്കിലും നരകത്തിന് കാത്തുരക്ഷിക്കാൻ പറ്റുന്ന രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും ഇൽമു കരസ്ഥമാക്കാൻ ഈ ഒരു സംസാരം അതിന് സബമാക്കി മാറ്റട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും ഇവിടെ കൂടിയിരുന്നത് പോലെ ഈ ഇരിക്കുന്നവരെയും കേൾക്കുന്നവരെല്ലാവരെയും റബ്ബ് സുബ്ഹാനഹു വ തആല ജന്നാത്തുൽ ഫിർദൗസിൽ എന്ത് ചെയ്യട്ടെ, ഒരുമിപ്പിച്ച് ചേർക്കുമാറാവട്ടെ. സല്ലല്ലാഹു വസല്ലം അലാ നബീന മുഹമ്മദിൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക്കല്ലാഹു വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.